വിവാദ CD കണ്ടെടുക്കാൻ സോളാർ കമ്മീഷൻ ബിജുവുമായുള്ള യാത്ര അല്പസമയത്തിനകം കോയമ്പത്തൂരിലെത്തും. കോയമ്പത്തൂരിൽ തന്നെ യാത്ര അവസാനിക്കുമോ അതോ അവിടെ നിന്ന് ഇനി എങ്ങോട്ടേക്കാണ് ബിജു കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന നിരീക്ഷണമാണ്, സംശയങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ചർച്ചയിൽ ഇപ്പോഴുള്ളത് PM മനോജ്, ഫക്രുദ്ദീൻ അലി എന്നിവർ. ശ്രീ PM മനോജ്, ഇത് താങ്കളെ ഏത് ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നയിക്കുന്നത്? മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു കേരള രാഷ്ട്രീയ സന്ദർഭം താങ്കൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ട്, മറ്റേ ഓപ്പറേഷന് വേണ്ടി ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ. അല്ലാതെ കുറേ ആളുകൾ, കുറേ ക്യാമറ, അതിന് മുമ്പിൽ പിന്നെ ഒരാൾ ഇങ്ങനെ പോകുന്നത് രാഷ്ട്രീയത്തിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്ന ജാഥകൾ, പിന്നെ അതുപോലെ പിന്നെ ചില ഈ MP ജയരാജനെ കോടതിയിൽ പിന്നെ ഹൈക്കോടതി ശിക്ഷിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നവരെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ട്, നമ്മളിപ്പോൾ ഈ നടത്തുന്ന ചർച്ചയിൽ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരെത്തി. ഇനിയിപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞ് പൊള്ളാച്ചി പോവും, അതിനപ്പുറം പോകും, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും ഈ കണ്ണിൽ എണ്ണയൊഴിച്ച് എന്നതുപോലെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ബിജു എന്ത് കൊണ്ടുവരുമെന്ന്. ആ സമയത്താണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ ക്യാബിനറ്റ് ബ്രീഫിങ്ങിനേക്കാൾ വളരെ വിശദമായ പത്രസമ്മേളനം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 14-15 തീയതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാണാൻ സമയം ചോദിച്ചു, സമയം കൊടുത്തില്ല. എന്നിട്ടോ തിരിച്ചു പോകുമ്പോൾ വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ വന്നാൽ കാണാം എന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ടും കാണുന്നില്ല. ഇത് ഡൽഹിയിൽ നിന്ന് കാണുന്നില്ല. ഇവിടെ വന്നാൽ പോലും കേരളത്തിൻ്റെ പ്രശ്നം പറയാൻ പിന്നെ മോദിക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹം കുറേ മന്ത്രിമാരുടെ പേര് പറഞ്ഞു. ഒന്ന് തിരിച്ചെത്താം. T. സിദ്ദിഖ് കൂടി ചേർന്നിട്ടുണ്ട്. T. സിദ്ദിഖ്, കോയമ്പത്തൂരിലെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ബിജു രാധാകൃഷ്ണനുമായുള്ള വാഹന വ്യൂഹം എന്തു പറയുന്നു? എനിക്ക് തോന്നുന്നു ലാലാണ് ഡിബേറ്റിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ലാലെ, ഞങ്ങൾക്ക് ഇതിലൊന്നും ആശങ്കയില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും കേരളത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ ഓരോ മന്ത്രിമാരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ കണ്ട് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇതിലൊന്നും ആശങ്കയില്ല. നിങ്ങൾ സരിതയുടെ പുറകെ പോയി, ഞങ്ങൾ കൊച്ചിൻ മെട്രോയുടെ നിർമ്മാണത്തിലായിരുന്നു. നിങ്ങൾ ബിജു രമേശിന്റെ കൂടെ പോയി, ഞങ്ങൾ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനത്തിന്റെ തിരക്കിലായിരുന്നു. നിങ്ങളിപ്പോ ബിജു രാധാകൃഷ്ണന്റെ പുറകെ പോകുന്നു, ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടനവും അതിന്റെ പരിപാടികളുമായിട്ട് പോവുക. ഞങ്ങൾ വികസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. വികസനത്തിൽ നിന്ന് ശ്രദ്ധ ഇതുപോലെയുള്ള വൃത്തികെട്ട സാമൂഹ്യ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കേരളത്തിലെ ക്രിമിനലുകൾ നടത്തുമ്പോൾ അതിന്റെ കൂടെ CPIM പോലെയുള്ളതായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടെ കച്ചി ചേരുന്നു. ഞാൻ ഒരു മിനിറ്റ് T. സിദ്ദിഖിലേക്ക് ഒന്ന് ഞാൻ ഇടപെടുകയാണ്. T. സിദ്ദിഖ്, CPIM-നെ പറയുമ്പോൾ CPIM ആണ് ഉത്തരം പറയേണ്ടത്. ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല. പക്ഷേ ഇതൊരു മാധ്യമം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്നുവെന്ന് T. സിദ്ദിഖ് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ കൃത്യമായി OB ഇല്ലാതെ ഉള്ളത് അവിടെ ഇപ്പോൾ പീപ്പിളിൻ്റേത് മാത്രമാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, തുറന്നു പറയും. പക്ഷെ ബാക്കി എല്ലാ ചാനലുകളും ഇപ്പോൾ കോയമ്പത്തൂരിലാണ്. കേരളത്തിൻ്റെ എല്ലാ ചാനലുകളും കോയമ്പത്തൂരിലാണ്. അവരെല്ലാം ഇതിന് നേതൃത്വം കൊടുക്കുകയാണെന്നാണോ T. സിദ്ദിഖ് പറയുന്നത്? അതിനിടയിൽ കൂടി CPIM എന്ത് ചെയ്തു എന്ന് കൂടിയാണ് പറയുന്നത് T. സിദ്ദിഖ്. അല്ല, ഞാൻ ലാലിന്റെ പേര് പറഞ്ഞ ലാലിന്റെ സൗണ്ട് കേട്ടപ്പോൾ അത് മനസ്സിലാക്കിയില്ല. അത് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള പോസിറ്റീവ് അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ ലാലിത് പറയുന്നു എന്നുള്ളതല്ല. ലാലിനെ കുറിച്ച് ബഹുമാനവും ആദരവും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള ക്രിമിനൽ പറയുമ്പോൾ ചെന്നൈ പോലെയുള്ള പ്രളയം നിൽക്കുമ്പോൾ അവിടെ അടിയന്തര പ്രമേയോ അതിന്റെ ചർച്ചയോ നടക്കേണ്ടതായിരിക്കുന്ന കേരള അസംബ്ലിയിൽ ആ ക്രിമിനലിന്റെ വക്കാലത്തെടുത്ത് അടിയന്തര പ്രമേയത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. ഞാൻ പറയട്ടെ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല, കേരളത്തിലെ ഒരു പറ്റം അനുഗ്രഹീതരായ നേതാക്കന്മാരുണ്ട് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും. പാലക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുടി, ഒത്തിരി ആളുകൾ. ഞാൻ ചോദിച്ചു, ഈ ആളുകളൊക്കെ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് കനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിത്വം തെളിയിച്ചതായ ആളുകളാണ്. ഈ ആളുകൾക്കെതിരെ ക്രിമിനലുകൾ വല്ലതും പറഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടവരാണോ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും? ഞാൻ ചോദിക്കുക, എന്തെങ്കിലും ഒരു തെളിവിന്റെ ലെവലേശമായി ബന്ധപ്പെട്ടുകൊണ്ടോ?
ടി സിദ്ദിഖ്, ഞാൻ ഒന്നുകൂടി എനിക്ക് ശ്രീ പി എം മനോജ് ഇവിടെ ടി സിദ്ദിഖിനോട് മറുപടി പറയാൻ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒന്നുകൂടി പറയുകയാണ്, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ ഈ നിമിഷത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ഈ കോയമ്പത്തൂരിലേക്കാണ്. ബിജു രാധാകൃഷ്ണൻ CD കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ്. CD കൊണ്ടുവന്നില്ലെങ്കിൽ ബിജുവിനോടുള്ള ചോദ്യങ്ങൾ തുടരും, മാധ്യമങ്ങൾ അത് ചോദിക്കും, ഞാൻ ഉൾപ്പെടെ ചോദിക്കും. അത് ടി സിദ്ദിഖിനും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആ CD-ക്കുള്ള യാത്രയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ എന്താണ് ടി സിദ്ദിഖ് ഇപ്പോൾ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ മുൻപ് നടന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രസ്താവനകളും അവരുടെ മുദ്രാവാക്യങ്ങളും മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ടി സിദ്ദിഖ്? ഇപ്പോഴെന്താണ്? ഇതാ മധുക്കര കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞത്, കോയമ്പത്തൂരിലേക്ക് പോകുന്നു, അവിടെ എന്ത് സംഭവിക്കുമെന്നാണ് ടി സിദ്ദിഖ് കരുതുന്നത്? അവിടെ ഒന്നും സംഭവിക്കില്ല. ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോയി അവസാനം ഇങ്ങോട്ട് തിരിച്ചും കൊണ്ടുവരും. എന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ കഥയുണ്ടാക്കും. അത് അവിടെയാണ് ഇവിടെയാണ് എൻ്റെ ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് തടി തപ്പും. ഞങ്ങൾക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഞങ്ങൾ ഭരണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡൽഹിയിൽ കേരളത്തിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷം ഇതിന്റെ പിറകെ പോയിക്കോട്ടെ, മാധ്യമങ്ങൾ പോയിക്കോട്ടെ. കേരളത്തിന്റെ സാമൂഹ്യ ദുരന്തം എന്നല്ലാതെ എന്ത് ടി സിദ്ദിഖ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഒന്ന് കേൾക്കുക. ഇതിന് 3 ചോദ്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിച്ചു. ഒറ്റ ചോദ്യം പി എം മനോജിനോട് മറുപടി പറയൂ. പി എം മനോജ്, അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ നേരത്തെ PC ജോർജും മറ്റു പലരും സംശയിച്ചത് ശരിയെന്നർത്ഥം. ഇതൊരു നാടകമാണ്. എന്താണ് സംഭവിക്കുക എന്ന് ടി സിദ്ദിഖിന് വളരെ കൃത്യമായിട്ട് അറിയാം. കോയമ്പത്തൂർ പോയി അതേപോലെ തിരിച്ചു വരും. നമുക്ക് ആർക്കും അറിയില്ല എന്ത് സംഭവിക്കും, ബിജുവിന് കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെയുള്ള സംശയത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. പക്ഷേ ടി സിദ്ദിഖ് ഉറപ്പിച്ച് പറയുന്നു പോവും, ഒന്നും കിട്ടില്ല, തിരിച്ചു വരും. ഇതാണ് PC ജോർജ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി കളിച്ച നാടകമാണിത്. ഈ ക്രിമിനലുമായിട്ട് ഉമ്മൻചാണ്ടിക്കാളുള്ള ബന്ധം അവര് തമ്മിലാണല്ലോ സ്വകാര്യം പറഞ്ഞത്. അപ്പോ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനും തമ്മിലുള്ള നാടകമാണ് ഇത് എന്ന് ടി സിദ്ദിഖ് പറഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന്. രണ്ടാമത്തത് CPIM ഏതെങ്കിലും മാധ്യമങ്ങളോ അല്ല ഇപ്പോൾ ബിജു രാധാകൃഷ്ണനെ ഈ വണ്ടി കയറ്റി സൈലോ വണ്ടി കയറ്റി അങ്ങോട്ട് അയച്ചത്, മറിച്ച് ജുഡീഷ്യൽ കമ്മീഷനാണ്. ഈ സോളാർ കേസ് അന്വേഷിക്കുന്ന ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ ഓപ്പൺ കോർട്ടിൽ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബിജു രാധാകൃഷ്ണനുമായി നേരിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ സോളാർ കമ്മീഷന് എന്തോ ഒരു കാര്യം ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ വിടുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഏതോ ഒരു ക്രിമിനൽ എന്തോ വിളിച്ച് പറഞ്ഞു എന്ന് പോകേണ്ടതില്ല, നീ കൊണ്ടുവരേണ്ടതില്ല, നീ സമയം തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാനേ ഉള്ളൂ. പക്ഷേ സോളാർ കമ്മീഷൻ, ഇപ്പോൾ സിദ്ദിഖ് പറയുന്നത് സോളാർ കമ്മീഷൻ അവമാനിക്കലാണ്. സോളാർ കമ്മീഷൻ സത്യം കണ്ടെത്തരുതെന്ന് സിദ്ദിഖിന് ആഗ്രഹമുണ്ടാവും. സിദ്ദിഖ് പറയൂ മറുപടി. സിദ്ദിഖ്, ഹലോ. സിദ്ദിഖ് പറഞ്ഞോളൂ. പി എം മനോജ് പറഞ്ഞതിലൂടെ ഒരു കാര്യം വളരെ ക്ലിയറായി. എന്താണ്? ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് പറഞ്ഞത്. ഏത്? ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി തമ്മിലുള്ള ഒത്തുകളിയാണിത്, അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് PC ജോർജ് പറഞ്ഞു. ഞങ്ങൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം നടക്കാത്തത് കൊണ്ടാ. അതിന്റെ യാഥാർത്ഥ്യ ബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാ. രണ്ടാമത്തെ കാര്യം പി എം മനോജ് സൂചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സോളാർ കമ്മീഷനെ ആരെയും കളിയാക്കിയില്ല. ഞങ്ങളാണല്ലോ ഈ കമ്മീഷൻ വെച്ചത്, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കെന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്കെന്താ പ്രയാസം? ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, തെളിവില്ല, എന്റെ കയ്യിൽ CD ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞേനെ. അദ്ദേഹം തെളിവുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. ശ്രീ ബിജു രാധാകൃഷ്ണൻ അല്ല CD കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഉമ്മൻചാണ്ടിയും കേരള ഗവൺമെന്റിന് വേണ്ടി ഹാജരായ വക്കീലുമാണ് സോളാർ കമ്മീഷനോട് പറഞ്ഞത് CD കണ്ടെടുക്കണം. പിന്നെയും ബിജു രാധാകൃഷ്ണൻ ഡേറ്റ് ചോദിക്കുക. അപ്പോ വ്യക്തിത്വമുള്ള നേതാക്കന്മാരെ അപമാനിക്കുക എന്നുള്ള രാഷ്ട്രീയം CPIM കേരളത്തിൽ സ്വീകരിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു പുതിയതായിരിക്കുന്ന ചരിത്രം ഉണ്ടാക്കുക. ആ ചരിത്രം കേരളത്തിൽ ഏറ്റെടുക്കാൻ പറ്റുമോ? അതിലെവിടെയാണ് CPIM എന്നാണ് PM മനോജിന് അറിയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെയുള്ള ഒരു ക്രിമിനൽ ആരാ ഈ ക്രിമിനൽ എന്ന് നോക്കണം നിങ്ങൾ. ഇടതുപക്ഷ ഭരണകാലത്ത് 14 സോളാർ ചീറ്റിംഗ് കേസ്. വേറൊരു കൂട്ടുപ്രതി സരിത ഉമ്മൻചാണ്ടിയെ പറഞ്ഞത് അച്ഛനെ പോലെ എന്നാണ്. എന്നാൽ ഈ ഇത്ര തട്ടിപ്പുകാരിയുടെ അച്ഛനെ പോലെ അല്ല ഞാൻ, അവൾ തട്ടിപ്പുകാരിയാണെന്ന് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരാൾ, ഈ സിദ്ദിഖ് ഉൾപ്പെടെ പറഞ്ഞോ? ഇല്ലല്ലോ.
സംരക്ഷിച്ച് നിർത്തല്ലേ ഇത്? നിങ്ങൾ ഈ പ്രതികളെ ഈ ബിജു രാധാകൃഷ്ണനുമായിട്ട് 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പൊ സിദ്ദിഖിന് കഴിയോ ഉമ്മൻചാണ്ടിയെ 40 മിനിറ്റ് സ്വകാര്യം കൊണ്ടുപോകാൻ? ഇല്ലല്ലോ. അപ്പൊ എന്നിട്ട് അപ്പൊ ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തുക, അവരുമായി ബന്ധം ഉണ്ടാവുക. ഈ കേസിലാകെ ജോപ്പൻ എവിടെ, ജിക്കുമോൻ എവിടെ, കുരുവിള എവിടെ, സലിംരാജ് എവിടെ? ഇവരൊക്കെ സോളാർ കേസിലല്ലേ വീണത്? ഒന്നുമില്ലാതെ അല്ലല്ലോ സിദ്ദിഖ്. അതാണ് PM മനോജ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം. ഇടതുപക്ഷ ഭരണകാലത്ത് കായംകുളത്തുണ്ടായിരിക്കുന്ന ഒരു കേസിൽ അങ്കിൾ കോടിയേരിയോട് ഞാൻ പറയാൻ, ആ കാലത്ത് ജയിലിലാണ് പ്രസവിച്ചത് സരിത. ജയിലിലാണ് സരിത പ്രസവിച്ചത്. അന്ന് സരിത കുറ്റവാളിയാണ്, ജയിലിൽ കിടന്ന് പ്രസവിച്ച കുറ്റവാളിയാണ് എന്ന് കണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലുള്ള ഷീജ എന്ന പോലീസുകാരി അവർ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പറഞ്ഞു, ഇതാ ഇവർ തട്ടിപ്പുകാരിയാണ്, ഇവർ വരുന്നത് തട്ടിപ്പിലാണെന്ന്. ആ തട്ടിപ്പുകാരിയാണെന്ന് സ്വന്തം പോലീസുകാരി പറഞ്ഞിട്ട് പോലും അത് കണക്കിലെടുക്കാതെ ആ തട്ടിപ്പുകാരിയെ ആനയിച്ചിരുത്തി ജോപ്പനെ കണ്ട് മുത്തം കൊടുപ്പിച്ച പാർട്ടിയല്ലേ സിദ്ദിഖ് നിങ്ങളത്? മനോജിന്റെ സംസാരം കഴിഞ്ഞോ? ഓ, ഇടയ്ക്ക് കേറൂലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇടയ്ക്ക് കയറാൻ മനോജ് തുടർന്നു. പറഞ്ഞോളൂ സിദ്ദിഖ് പറഞ്ഞോളൂ, ഞാൻ കൺട്രോൾ ചെയ്തോളാം. അല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. മനോജ് പറയുകയാണെച്ചാൽ മനോജ് പറയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. സിദ്ദിഖ് പറഞ്ഞോളൂ. മനോജ് നല്ല ഡിബേറ്ററാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഇടയ്ക്ക് അങ്ങ് മനോജ് സംസാരിക്കാൻ വേണ്ടി വ്യക്തത പോല. ഇല്ല, ഞാൻ ഇവിടെ സിദ്ദിഖ് പറഞ്ഞു നിർത്തുന്നത് വരെ ഞാൻ എന്തായാലും ഇടപെടാൻ പോകുന്നില്ല. എവിടെയെങ്കിലും നിർത്തണം സിദ്ദിഖ്. അപ്പോ ഇതില് തട്ടിപ്പുകാർക്ക് രാഷ്ട്രീയം ഇല്ല. തട്ടിപ്പുകാരാണ്. ഇടതുപക്ഷ ഭരണകാലത്ത് 14 തട്ടിപ്പ് കേസ്. കോടിയേരി ബാലകൃഷ്ണനെ അങ്കിൾ കോടിയേരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ FIR അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ PM മനോജിന്റെ കയ്യിലും നമ്മുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയോട് ബിജു രാധാകൃഷ്ണൻ സംസാരിച്ചു, ശരിയാണ്. സംസാരിച്ചത് ഡോക്ടർ BR നായർ എന്ന പേരിലാണ്, കൊലപാതകി എന്നുള്ളതായിരിക്കുന്ന പേരിലല്ല. ഡോക്ടർ BR നായർ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജഡ്ജ്മെന്റില് ആ ജഡ്ജ് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. കൈരളി ചാനൽ ഈ ഡോക്ടർ BR നായരുടെ ഇന്റർവ്യൂ നടത്തുകയും ആ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൈരളി ചാനൽ ഈ തട്ടിപ്പിന് കൂട്ടുന്നു നമുക്ക് പറയേണ്ടി വരും. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? കൈരളി ചാനൽ അത് അറിയുന്നില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു, ഡോക്ടർ BR നായർ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പവർ സോളാർ എനർജിയുടെ അഡ്വൈസറാണ്, ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ അഡ്വൈസറാണ്, ഞാൻ 1996 IPS കേഡറിലെ ഉദ്യോഗസ്ഥനാണ്, ഞാൻ നാദാപുരം ASP ആയിരുന്നു. ഇതൊക്കെ ജഡ്ജ്മെന്റിലെ വാചകങ്ങളാ. അപ്പോ തട്ടിപ്പുകാർക്ക് രാഷ്ട്രീയമില്ല. തട്ടിപ്പുകാരെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തും. അറിയാതെ ഇവർ ഇതൊക്കെ നടത്തും. നിങ്ങളുടെ കാലത്തും നടന്നു, ഞങ്ങളുടെ കാലത്തും നടന്നു. പക്ഷേ നിങ്ങളുടെ കാലത്ത് ചെയ്ത് ഗുരുതരമായിട്ടുള്ള സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ബിജു രാധാകൃഷ്ണൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയതായിരിക്കുന്ന കേസിൽ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് കിട്ടിയിട്ട് വരെ നിങ്ങൾ 3 കൊല്ലം ആ റിപ്പോർട്ടിന്റെ മേലെ, 4 കൊല്ലം നിങ്ങൾ ആ റിപ്പോർട്ടിന്റെ മേലെ അടയിരുന്നു. സിദ്ദിഖ്, ഞാൻ PM മനോജ് ഇടപെടുന്നില്ല, ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പോൾ. അതായത് നേരത്തെ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഉള്ള സംശയങ്ങൾ കൂടിയാണ്. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ സാമാന്യവൽക്കരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ഭരണകാലത്ത് ഇവർ ഇതുപോലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയി, ഇപ്പോഴും ഇതുപോലെ. ഇവരെ സംശയിക്കാൻ ഒരു ഇടയും അന്നില്ലായിരുന്നു, ഇന്നും ആർക്കും പറ്റിയില്ല. കൈരളി ചില ക്രിമിനലുകളുടെ ഇന്റർവ്യൂ നടത്തി ഇവര് സൗകര്യം ചെയ്തു കൊടുത്തു, അത്രേ വ്യത്യാസമുള്ളൂ. അല്ല, ഇതിനകത്ത് ഇപ്പോ ഇത്രയും കാലമായിട്ടും ഈ കാര്യങ്ങൾ അന്വേഷിച്ച് കുറ്റവാളികൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ അവരെയും പിടിക്കാൻ ഇപ്പോ അന്വേഷിക്കുന്നവർക്ക് സാധിക്കുമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പൊ പുറത്തായതെല്ലാം ആരുടെ കൂടെ ഉള്ളവരാണ്? സിദ്ദിഖ്, ബിജു രാധാകൃഷ്ണൻ ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാനിടയായ പ്രധാനപ്പെട്ട സാഹചര്യം, നിങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ളത് 498 ആക്കി കൊലക്കുറ്റം മാറ്റിയപ്പോ ഞങ്ങൾ 302 ചുമത്തി അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിജു രാധാകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തെ അകത്താക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു, അല്ലെ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു, ഇതൊക്കെയാണ് ബിജു പറയുന്നത്. അതിനെ തുടർന്നുള്ള ഒരു യാത്രയിലാണ് ഇപ്പൊ ബിജു. അതായത് ബിജുവിനെ അകത്തിട്ടിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളെയും ഒതുക്കാനാണെന്നാണ് ബിജു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണല്ലോ ബിജുവിന്റെ ഏറ്റവും വലിയ വക്താക്കളും സാക്ഷികളും വക്കാലത്തുമായി വരുന്നതായിരിക്കുന്ന ആളുകളൊക്കെ. ഞാനൊരൊറ്റ കാര്യം ലാലിനോട് ചോദിക്കുന്നു, ബിജു രാധാകൃഷ്ണന്റെ
ഡോക്ടർ BR നായരുമായിട്ടുള്ള ഇന്റർവ്യൂ പത്തനംതിട്ട ഞാൻ ചോദിക്കട്ടെ, കൈരളി ചാനൽ ഈ തട്ടിപ്പിൽ പങ്കാളിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? ഒന്ന് പറഞ്ഞേ. അല്ല, എനിക്ക് അതിനകത്ത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ടി സിദ്ദീഖ്. കൈരളി ചാനൽ അന്ന് ഏതെങ്കിലും തരത്തിൽ ക്രിമിനലുകളെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഗൂഢലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അന്വേഷിക്കണം. അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണം. അതാണ് ചെയ്യേണ്ടത്. ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഇവർ പലരെയും കബളിപ്പിച്ചിട്ടുണ്ട്. ഇവർ പല ഞാൻ ടി സിദ്ദീഖിലേക്ക് തിരിച്ചെത്താം. അവിടെ ഒരു ശബ്ദത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. ടി സിദ്ദീഖിലേക്ക് ഞാൻ തിരിച്ചു വരാം. PM മനോജ്, ഇതിന് ചില ചോദ്യങ്ങളുടെ ഉത്തരം താങ്കൾ കൂടി പറയേണ്ടതാണ്. അല്ല, ടി സിദ്ദീഖ് പറഞ്ഞ് ശരിയാണ്. ഇവർ പലരെയും പറ്റിച്ചിട്ടുണ്ട്. ആ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചു വരുത്തി ഇവർ വേറെ രഹസ്യ ക്യാമറ വെച്ച് ഈ കാര്യങ്ങളിലും ചിത്രീകരിച്ചു. അതാണിപ്പോൾ പ്രശ്നം. അല്ലാതെ വേറെ ഈ പറ്റിക്കലിൻ്റെ ആളാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നോക്കൂ. ഡോക്ടർ BR നായർ ബിസിനസ് മാഗ്നറ്റ്, അയാളുമായിട്ടാണ് ഉമ്മൻചാണ്ടി സംസാരിച്ചതെന്നാണ് സിദ്ദിഖ് പറയുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി പറയുന്നത് ഞങ്ങൾ വേറെ സ്വകാര്യമാണ് പറഞ്ഞത്, അത് സംസ്കാരം ഉള്ളത് കൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ല, എൻ്റെ സംസ്കാരം അനുവദിക്കില്ല എന്ന്. സംസ്കാരം ഇല്ലാത്ത ഹസൻ അന്നേരം തന്നെ അത് പുറത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യമുണ്ട്. രണ്ട്, ബിജു രാധാകൃഷ്ണനെ ബാക്കിയുള്ള കൂട്ടരെല്ലാം സംരക്ഷിക്കുമെന്ന് പറയുന്നു. ഈ സരിത ഉമ്മൻചാണ്ടിയെ അച്ഛനെ പോലെ എന്ന് പറഞ്ഞ് സരിത ഇവർ സംരക്ഷിക്കുന്നതോ? യഥാർത്ഥത്തിൽ സരിത ഇവരുടെ വക്താവായിട്ടാണല്ലോ ഇപ്പോൾ ചാനലുകളിൽ മുഴുവൻ വരുന്നത്. ഈ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു നേതാവ് സരിതയ്ക്കെതിരെ അവർ തട്ടിപ്പുകാരിയാണ്, കുഴപ്പക്കാരിയാണ് ഈ ആളുകൾ, അതായത് കോൺഗ്രസിൻ്റെ ഒരു MLA-ക്കെതിരെ ബലാത്സംഗ കേസ് കൊടുത്ത ആളാണ് സരിത, അബ്ദുള്ള കുട്ടിക്കെതിരെ. അങ്ങനെ ആയിട്ട് പോലും സരിതയെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നോവിക്കാനോ ഒന്ന് വിഷമിപ്പിക്കാൻ പോലുമോ സിദ്ദിഖിൻ്റെ പാർട്ടി തയ്യാറാവുന്നില്ല, ആവില്ല. കാരണം സരിതയാണല്ലോ പറഞ്ഞത് ഞാനിതൊക്കെ പറഞ്ഞാൽ കേരളം താങ്ങില്ല എന്ന്. ആ താങ്ങാത്ത അവസ്ഥയാണുള്ളത്. ഇവർ പറയുന്നത് LDF എന്താ പുറത്തിട്ടു, ഇവരകത്തിട്ടു എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ സരിത ജയിലിൽ വെച്ചാണ് പ്രസവിച്ചത്. ജയിലിൽ വെച്ച് പ്രസവിച്ച കാര്യമാണ് ഈ ഷീജ എന്ന പോലീസുകാരി അവർ ഈ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ അറിയിച്ചത്. ക്രിമിനലാണ്, തട്ടിപ്പുകാരിയാണെന്ന്. ആ തട്ടിപ്പുകാരിയെ കൂടുതൽ തട്ടിപ്പിന് വേണ്ടി പിടിച്ചിരുത്തുകയാണ് ഇവരുടെ പാർട്ടി ചെയ്തത്, ഈ മുഖ്യമന്ത്രി ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാലോ, മല്ലേൽ ശ്രീധരൻ നായരെയും കൂട്ടി സരിത അവിടെ ചെന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്കും കൊടുത്തു. പിന്നെ അതിന് തെളിവ് ചോദിച്ചപ്പോൾ തെളിവെവിടെ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി അവിടെയുള്ള എല്ലാം വെബ്കാസ്റ്റിംഗ് ആണല്ലോ, അവിടെയുള്ള വെബ് ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യവും പുറത്ത് വരാൻ പറ്റാത്ത രീതിയിൽ അമുക്കി. അതാണ് ഇവരുടെ പാരമ്പര്യം. എന്നിട്ട് ഇപ്പോൾ ഇത് ഞാൻ പറയട്ടെ എന്ന് സിദ്ദിഖ് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ കാര്യം ഒക്കെ ഇല്ലാണ്ടാവുമോ? ഇവിടെയുള്ള തെളിവുകളെല്ലാം ഇല്ലാണ്ടാവുമോ? സിദ്ദിഖ് ഞാൻ പറയും. ഒന്ന്, പിന്നെ ഇപ്പോ PM മനോജ് കല്ലുവെച്ച നുണ ഈ പറയുന്നത് പോലെയാണ് നിങ്ങൾ ഈ കേസ് മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. പറയാണ് സിദ്ദിഖിന്റെ ശബ്ദത്തിൽ ചില തടസ്സങ്ങളുണ്ട്. ഫക്രുദ്ദീൻ, ഇവിടെ നേരത്തെ ശ്രീ PM മനോജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കോയമ്പത്തൂരിലേക്ക് കണ്ണുകൾ മുഴുവൻ ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുകയാണ്, ക്യാമറകൾ മുഴുവൻ അവിടെ അതിൻ്റെ പിന്നാലെയാണ്, ബിജു രാധാകൃഷ്ണൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ ഇത് കോയമ്പത്തൂരിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനിടയിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം വരുന്നു. ഇത് വളരെ തന്ത്രശാലിയായ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയുടെ ഒരു പ്രത്യേകതയായി ശ്രീ PM മനോജ് നേരത്തെ വായിച്ചെടുത്തു. അതെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? നമ്മുടെ ഈ കണ്ണ് മോണിറ്ററിൽ ഉമ്മൻചാണ്ടി എന്താണ് പറയുക, ഉമ്മൻചാണ്ടിയുടെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കപ്പെടുക എന്ന് ആലോചിച്ചിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്തിരി നല്ല അവസരം കിട്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാൻ ഡൽഹിയിൽ പോയി, ഞാനിത് കണ്ണൂർ അതുപോലെ പിന്നെ ഗുരുവായൂരും അത് ക്രൈറ്റീരിയയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളായിട്ട് പോലും ഞാൻ അമൃത നഗര പദ്ധതി ഉൾപ്പെടുത്തി. അങ്ങനെ ഒരുപാട് അദ്ദേഹം പിന്നെ എന്താ പറയുക അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ജാവദേക്കറിനെ കാണാൻ പറ്റില്ല, അടുത്ത് തന്നെ കാണണം, മോഡിനെ കാണാൻ പോകുന്നു, ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിന് വേണ്ടി കഷ്ടപ്പെടും, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് കേരളത്തിൻ്റെ വികസന നായകനായ എന്നുള്ള ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞ ഇമേജ് ഉണ്ടല്ലോ, ഞങ്ങൾ വികസനത്തിന് പോയെ, നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയിക്കുള്ളൂ, അത് പറയാതെ ഉറപ്പിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. അത് മനോഹരമായിട്ട് പറഞ്ഞ വളരെ കൃത്യമാണ്. സിദ്ദിഖ് അത് അവകാശപ്പെടുകയും ചെയ്തു. ഫക്രുദ്ദീൻ അലിയും ആ രീതിയിൽ മുഖ്യമന്ത്രി ആ സന്ദർഭത്തെ മുതലെടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. ടി സിദ്ദിഖ് നേരത്തെ ഇവിടെ പറഞ്ഞു വന്ന ഒരു കാര്യം, സരിത എസ് നായർ പറയുന്നത് മുഴുവൻ ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകൾ മാത്രം, അവിടെയുള്ള ആളുകളുടെ കാര്യങ്ങളാണ് സരിതയ്ക്ക് തെളിവുകളായി കാണിക്കാനുള്ളത്.
ഞാനതിന് പറയാം. ഒന്ന്, PM മനോജ് നേരത്തെ പറഞ്ഞു നിർത്തിയത് ഉമ്മൻചാണ്ടി ഈ CCTV ദൃശ്യം അമുക്കി എന്നാ പറഞ്ഞത്. ഇതുപോലെയുള്ള പച്ച നുണ പറയാൻ നിങ്ങൾക്കല്ലാതെ പറ്റൂല. ഞാൻ PM മനോജിനെ ബഹുമാനിക്കുന്ന ആളാ, പക്ഷെ ഇങ്ങനെയൊന്നും പറയരുത്. CCTV ആരാ സ്ഥാപിച്ചത്? ഇടതുപക്ഷ ഭരണകൂടാ. അന്ന് ആരാണ് കെൽട്രോണാ സ്ഥാപിച്ചത്? കെൽട്രോൺ ഭരിച്ചത് ആരാ? എളമരം കരീമ. 14 ദിവസമാണ് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. 14 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിലീറ്റ് ചെയ്യപ്പെടും. അതിന്റെ മേലെ വേറെ ദൃശ്യങ്ങൾ വരും. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് റിട്രീവ് ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? ഒരു കത്ത് എഴുതി നിങ്ങൾക്ക്. പിണറായി വിജയനാ കത്ത് എഴുതിയത്. പിണറായിയോട് പറഞ്ഞു, ഒരാളെ നിങ്ങൾ ഒരാളെ ഗവൺമെന്റും തരാം, എന്നിട്ട് പരിശോധിക്കട്ടെ, എന്നിട്ട് കണ്ടെടുക്കട്ടെ. ആ കത്തിന് ഇതുവരെ മറുപടി കൊടുത്തില്ല. എന്നിട്ടാണ് PM മനോജ് പറയുന്നത് ഇതുപോലെയുള്ള ദുരാരോപണങ്ങൾ പറയാൻ. നിങ്ങൾക്ക് സിദ്ദിഖിന് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറയൂ. എന്തായാലും ആ CCTV ദൃശ്യം അമുക്കി എന്ന വാക്കാണ് PM മനോജ് ഉപയോഗിച്ചത്. അത് 14 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂ എന്നാണ് സിദ്ദിഖും മറ്റുള്ളവരും ഒക്കെ അന്ന് പറഞ്ഞത്. അതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്തായി? ഇടതുപക്ഷത്തിന്റെ സമയത്തുള്ള ഫയലാണ്. 14 ദിവസത്തെ കപ്പാസിറ്റിയിൽ സ്ഥാപിച്ചതാണ് എന്നുള്ള കെൽട്രോണിന്റെ എളമരം കരീമിന്റെ ഫയലാണ്. ശരി, എന്റെ ചോദ്യം അതല്ല ടി സിദ്ദീഖ്. അതായത് 14 ദിവസത്തിന് മുമ്പുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റാത്തതാണ് CCTVയുടെ പ്രത്യേകത എങ്കിൽ അതിനു മുമ്പ് ഇത്തരത്തിലൊരു കൃത്യം അവിടെ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ സത്യം? ഈ കൃത്യം നടന്നു എന്ന് നിങ്ങൾ പറയല്ലേ? ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ സോളാർ കമ്മീഷൻ വെച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ ആരോപണം പറഞ്ഞു? ഒന്ന്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് ബാലരാമപുരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ സരിതാ നായരുടെയും ബിജു രാധാകൃഷ്ണന്റെ കൂടെ ഒരുമിച്ച് ഭൂമിയുണ്ടെന്ന് പറഞ്ഞു. തെളിയിക്കാൻ പറ്റിയോ? രണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസില് സോളാർ ടീമാണ് സോളാർ പാനൽ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോളാർ പാനൽ വെച്ചത് സ്വീകരിച്ച നിങ്ങൾക്ക് ആരോപണം തെളിയിക്കാൻ പറ്റിയോ? ക്ലിഫ് ഹൗസിൽ സോളാർ പാനൽ വെച്ചത് നിങ്ങൾ പറഞ്ഞു സോളാർ ടീമാണ് സരിതാ നായരാണ്. തെളിയിക്കാൻ പറ്റിയോ? വെച്ചത് നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലെറ്റർ പാഡ് കൊടുത്തു. ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചതാണെന്ന് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞു നിയമസഭയില്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയോ? അവസാനം ആലുവയിൽ വെച്ചുകൊണ്ട് വ്യാജമായി ഉണ്ടാക്കിയ സിദ്ദിഖ്, അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടെ ഒന്നും നേരായ രീതിയിൽ അല്ലാതെ നടന്നിട്ടില്ല എന്നാണെങ്കിൽ ജോപ്പൻ എവിടെ പോയി? ജിക്കുമോൻ എവിടെ പോയി? ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് പുറത്താക്കപ്പെട്ടവരുടെ കാര്യത്തിൽ പറയാനുള്ളത്? ഇവരൊക്കെ എന്താണ് അവിടെ ചെയ്തത്? ആ കാര്യത്തിൽ എന്ത് പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്? എന്താണ് പറയുക? കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി എന്തെങ്കിലും സംശയത്തിന്റെ മേലുണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ടുണ്ട്. അവർക്കെതിരായി അപ്പൊ ഈ പുറത്താക്കപ്പെട്ട ആളുകളുടെ പേരിൽ സംശയത്തിന്റെ എന്തെങ്കിലും നിഴലെങ്കിലും ഉണ്ടല്ലോ സിദ്ദിഖിന്റെ ഭാഷയിൽ? അങ്ങനെയല്ല, ഇവർ ഫോണിലൂടെ ഇവരെ ബന്ധപ്പെടുകയും തിരിച്ചു സംസാരിച്ചു എന്നുള്ളത് കുറ്റം തന്നെയായി കാണുന്നു. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തി. ഞങ്ങൾ അവരെ സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അവരെ മാറ്റി നിർത്തി. അങ്ങനെയാണെങ്കിൽ സംസാരിച്ച ആളുകളെ മുഴുവൻ പുറത്താക്കിയോ? വേറെ ആളുകളുണ്ടല്ലോ. ചോദിക്കട്ടെ, നായനാരുടെ കാലത്ത് ശ്രീ VS അച്യുതാനന്ദന്റെ കാലത്ത് കോടിയേരിയുടെ സ്റ്റാഫിന് നായനാരുടെ സ്റ്റാഫ് ഇവരൊക്കെ കുറ്റം ചെയ്തപ്പോ പുറത്താക്കിയിട്ടുണ്ടല്ലോ. ഇതിന് മുഖ്യമന്ത്രി രാജിവെച്ചോ? ഇല്ല. ഈ സരിതാ എസ് നായർ ഇതുപോലെ ഒരു വളരെ ദുരൂഹമായ അർത്ഥത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആളുകളെയോ ഒക്കെ വിളിക്കുന്ന രീതിയിലാണോ മറ്റു മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പോലും കാര്യത്തിൽ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആളുകളെ കാണുക? കോടിയേരിയുടെ സ്റ്റാഫിനെ പുറത്താക്കിയതും അതുപോലെ നായനാരുടെ കാലത്ത് തട്ടിപ്പ് കേസാ. നായനാർ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞത് അതിന്റെ രേഖകൾ അടക്കമുണ്ട്. തട്ടിപ്പ് കേസിൽ പ്രതിയായതുകൊണ്ട് ആരോപണങ്ങളുണ്ട് മാറ്റി നിർത്തിയ അതും ഇതൊക്കെ തട്ടിപ്പാ. മനോജ്, PM മനോജ്, അങ്ങനെ പഴയ കഥകൾ ഒരുപാട് കഥകളെല്ലാം പറഞ്ഞ് സമ്മതിക്കാം. പക്ഷെ ഞങ്ങൾ ഒരു ചോദ്യം ഇതാണ്, സിദ്ദിഖ് അങ്ങോട്ട് ചോദിക്കട്ടെ, പ്ലീസ് ചോദിക്കട്ടെ. അല്ല, CCTV എങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി എന്നുള്ള വേറെ കഥയാണല്ലോ. ഈ ജോപ്പൻ ഹിസ്റ്റീരിയ പിടിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? സിദ്ദിഖേ, ഹിസ്റ്റീരിയ ബാധിച്ച പോലെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഒരാളെ പറയാൻ സമ്മതിക്കൂ? സംബന്ധിച്ച് മറുപടി പറ. സിദ്ദിഖ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പറയാൻ സമ്മതിക്കൂ?
പറഞ്ഞ ആരോപണം സംബന്ധിച്ച് മറുപടി പറ. സിദ്ദിഖ് അതാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ സമ്മതിക്കൂ. CCTV സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ ആരോപണം സിദ്ദിഖ് എന്നെ സമ്മതിക്കൂ പറയാൻ. അതായത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി സുതാര്യ ഭരണത്തിന്റെ വക്താവ്. CCTV പറ. CCTV എന്നിട്ട് അടുത്തേക്ക് പോകും. നിങ്ങൾ പുതിയതിനെ കിടക്കല്ലേ CCTV. അതെ, ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി സുതാര്യ ഭരണത്തിന്റെ വക്താവ്. തന്റെ ക്യാബിനിൽ നടക്കുന്ന എന്തും ആര് വന്നാലും ആരുമായി ചർച്ച ചെയ്താലും ജനങ്ങളുടെ മുന്നിൽ സുതാര്യമായി കാണിക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി തന്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ ബാധ്യസ്ഥനാണോ? അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണോ? ആ കുറ്റവാളികളെ ശിക്ഷിക്കാൻ ബാധ്യസ്ഥനാണോ? ആ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടി നിർവഹിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടന്നു എന്ന് സാക്ഷിമൊഴികൾ വന്ന കുറ്റകൃത്യം, സരിതയുടെ വരവ്, ആ വരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഉമ്മൻചാണ്ടിയുമായി രഹസ്യ ചർച്ച, ജോപ്പിനുമായി രഹസ്യ ചർച്ച, ഇതൊന്നും റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ പിന്നീട് ഒരു പരിശോധനയ്ക്ക് സാധ്യമാകാത്ത രീതിയിൽ നശിപ്പിക്കപ്പെട്ടു. അത് നശിപ്പിക്കപ്പെട്ടു. അത് ഉറപ്പാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. അതാണ് CCTVയുടെ പ്രശ്നം. രണ്ടാമത്തത് ഇത് മുഴുവൻ കൈകാര്യം ചെയ്ത, അല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കല്ലേ. രണ്ടാമത് ഇത് കൈകാര്യം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ചുറ്റും നിന്നിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. ജനങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾ കൊലപാതകികൾക്കും കൊള്ളക്കാർക്കും വേണ്ടി നിങ്ങൾ സംസാരിക്കുക. അല്ല, മാന്യന്മാരെ തേജോധം ചെയ്യാം. വളരെ മാന്യന്മാരാണ്. CCTV രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി 24/7 തന്നെ. ഞാൻ പറയട്ടെ, നിങ്ങൾ മാത്രം നിങ്ങൾ മാത്രം പറയല്ലാന്ന് മറ്റുള്ളവർക്ക് പറയാൻ ഒരു അവസരം വെബ്കാസ്റ്റിംഗ് രേഖപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടന വരെ അത് രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. റെക്കോർഡിംഗ് വെച്ച നിങ്ങൾ വെച്ചപ്പോ 14 ദിവസം, എന്നിട്ട് ഉമ്മൻചാണ്ടി അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? വേണ്ട, താല്പര്യമില്ല സിദ്ദിഖേ, പ്ലീസ്. അത് എന്ത് ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? അത് പറഞ്ഞേ. ഉമ്മൻചാണ്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കള്ളം പറയല്ലേ? ഒരു മിനിറ്റ്, സിദ്ദിഖിന്റെ ചോദ്യം PM മനോജിനോട് ഒന്ന് ചോദിക്കുകയാണ്. സിദ്ദിഖിന്റെ സംശയം ഞാൻ PM മനോജിനോട് ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ത് തെറ്റ് ചെയ്തു ശ്രീ PM മനോജ്? ഉമ്മൻചാണ്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഏതാണ്ട് 2 ഡസനോളം വാഹനങ്ങൾ ഇപ്പോൾ ഈ കോയമ്പത്തൂർ കേന്ദ്രമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, കോയമ്പത്തൂരിലേക്ക്. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കപ്പെടുമെന്നാണ് സിദ്ദിഖ് ആദ്യം പറഞ്ഞത്. എൻ്റെ സംശയം ഇതാണ്, ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തെറ്റുകാർ. ആരൊക്കെ? നമ്മളിപ്പോൾ പറഞ്ഞ പേരുകാരെല്ലാം, അവരൊക്കെ ഈ സംശയത്തിൻ്റെ പേരിൽ, സരിതയുമായി വിളിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടു. ഈ പുറത്താക്കപ്പെട്ടപ്പോൾ ഈ ചുറ്റും നിന്ന ആളുകൾ മുഴുവൻ ഈ കുഴപ്പക്കാരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പഞ്ചപാവമായ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന ഉമ്മൻചാണ്ടി ഇവർക്ക് യോഗ്യനായ നേതാവാണോ അതോ കഴിവുകെട്ടവനാണോ എന്ന് അദ്ദേഹം പറയട്ടെ. ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ യോഗ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയാണോ? ശ്രീ PM മനോജ് ഇനിയും പറയുന്നുണ്ട്, ഞാൻ ഇടപെട്ടു, കഴിഞ്ഞു തൽക്കാലം. സിദ്ദിഖ് അതിനൊരു മറുപടി കൊടുക്കൂ. ഇത് കഴിവാണോ കഴിവുകേടാണോ? ഒന്ന്, നിങ്ങൾ സിവിൽ കേസാക്കി മാറ്റിയതായ കേസുകളും നിങ്ങൾ 498 ആക്കിയ കേസുകളും 302 ചുമത്തി ക്രിമിനൽ കേസാക്കി പ്രതികളെ അകത്തിട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കാൻ കൊള്ളുന്നവരാണ്, നിയമത്തിന്റെ വഴിക്ക് നയിക്കുന്നവരാണ്. അതിന്റെ പേരിൽ അപമാനകരമായ രീതിയിൽ ഓരോ വൃത്തികേടുകൾ പറയുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യ മര്യാദ പാലിക്കുന്നവരാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞാൻ തിരിച്ചെത്താം. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം സോളാർ കമ്മീഷൻ ബിജുവുമായുള്ള യാത്ര തുടരുകയാണ്. കോയമ്പത്തൂരിൽ എത്തിയിരിക്കുന്നു. കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബിജു രാധാകൃഷ്ണനുമായുള്ള വാഹനവ്യൂഹം
ശെൽവപുരത്തെത്തി. ഇപ്പോൾ അനുഗമിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുനിലും സംഘവുമാണ്. പാലക്കാട് ടൗൺ CI പ്രമോദും സംഘവും കമ്മീഷൻ സംഘത്തിനൊപ്പമുണ്ട്. തമിഴ്നാട് പോലീസും അനുഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോവൈ പുത്തൂരിലേക്കുള്ള റോഡിലാണ് ഇപ്പോൾ സംഘമുള്ളത്. സോളാർ കമ്മീഷൻ ബിജുവുമായുള്ള യാത്രയിൽ CD കണ്ടെത്തുമോ? കണ്ടെത്തിയില്ലെങ്കിൽ, കണ്ടെത്തുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് തിരിച്ചെത്താം. സോളാർ കമ്മീഷൻ ബിജുവുമായുള്ള യാത്ര തുടരുകയാണ്. കോയമ്പത്തൂരിൽ എത്തിയിരിക്കുന്നു. ശെൽവപുരത്താണ് ഇപ്പോഴുള്ളത്. കോവൈ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡിലാണ് ഇപ്പോൾ സംഘം ഉള്ളത്. നമുക്ക് ബിജേഷിലേക്ക് എത്താം. ബിജേഷ് നടുവിൽ ഇപ്പോൾ ആ സംഘത്തോടൊപ്പം ഉണ്ട് നമ്മുടെ റിപ്പോർട്ടർ. ബിജേഷിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, KPCC സെക്രട്ടറി ശ്രീ M വിൻസെന്റ്, ബിജു രാധാകൃഷ്ണന്റെ വക്കീൽ അഡ്വക്കേറ്റ് മോഹൻകുമാർ, ഫക്രുദ്ദീൻ അലി, A സജീവൻ എന്നിവരാണ്. ഏറ്റവും ആദ്യം മോഹൻകുമാറിലേക്ക് തന്നെ. അഡ്വക്കേറ്റ് മോഹൻകുമാർ, എന്താണ് ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ ചെയ്യുന്നത് ഇപ്പോൾ? കോയമ്പത്തൂരിൽ എന്തോ റെക്കോർഡുകളുണ്ട് എന്ന് അവൻ കമ്മീഷനെ അറിയിച്ചതിനാൽ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ബിജുവിനെ അവിടെ റെക്കോർഡ് എടുക്കാൻ അയക്കണമെന്ന ബിജു ആവശ്യപ്പെട്ടതനുസരിച്ചും അവിടേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അഡ്വക്കേറ്റ് മോഹൻകുമാർ തന്നെ പറഞ്ഞതാണ്, അവിടെ ബിജുവിന് എന്തെങ്കിലും ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അന്ന് അങ്ങനെ പറഞ്ഞത്. അഥവാ ബിജുവിന് എന്തെങ്കിലും അത്തരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ജയിലിൽ പോയി അദ്ദേഹത്തെ കാണുമ്പോൾ പറയും, ഉപദേശിക്കും. നിങ്ങൾ ഉപദേശിച്ചോ ഈ കാര്യങ്ങൾ കണ്ടെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്? അതെ, ഈ റെക്കോർഡുകൾ ഉണ്ട് എങ്കിൽ, ഈ പറയുന്ന CD അടക്കം മറ്റേതെങ്കിലും റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. എന്ന നിയമപരമായ അഡ്വൈസ് അതിൻ്റെ ഹാജരാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് ബിജു രാധാകൃഷ്ണന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായോ അന്ന്? ഇന്നെങ്കിലും അങ്ങനെ ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? കോയമ്പത്തൂരിലെത്തി ബിജു, ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ അഡ്വക്കേറ്റ് മോഹൻകുമാർ? ഇല്ല, ആ കാര്യങ്ങളെപ്പറ്റി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത് കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. ബിജു രാധാകൃഷ്ണൻ ഇന്നടത്തുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് പറഞ്ഞത്. കമ്മീഷന് മുമ്പാകെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബിജു രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടില്ല, അഭിഭാഷകനായ എന്നോടും പറഞ്ഞില്ല. അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അദ്ദേഹം അവർ കമ്മീഷനിൽ എഴുതി കൊടുത്താണ് ഈ രഹസ്യമായിട്ടുള്ള ഇതായിട്ട് അറിയിച്ചത്. ബിജേഷ് നടുവിൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ബിജു രാധാകൃഷ്ണനൊപ്പമുള്ള സംഘത്തോടൊപ്പമുള്ള നമ്മുടെ റിപ്പോർട്ടർ ബിജേഷ് നടുവിലുണ്ട്. ബിജേഷ്, എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ അവിടെ? എന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊരു തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ്. ശെൽവപുരം നോർത്ത് ഹൗസിംഗ് കോളനി എന്ന സ്ഥലത്ത് ആണ് ഇപ്പോൾ പോലീസ് വാഹനവും മാധ്യമപ്രവർത്തകരും ഒക്കെ എത്തിയിരിക്കുന്നത്. ഇല്ല, ഈ ശബ്ദത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ തിരിച്ചെത്താം ബിജേഷ് നടുവിലേക്ക്. നമുക്ക് ആ കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ തിരിച്ചെത്താം അഡ്വക്കേറ്റ് മോഹൻകുമാറിലേക്ക്. ഒരു ചോദ്യം കൂടി അഡ്വക്കേറ്റ് മോഹൻകുമാർ, എന്തായാലും CD ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് സോളാർ കമ്മീഷന് കൊടുത്ത മൊഴി ഞാൻ തിരിച്ചത്. ബിജേഷ് ഇപ്പോൾ കേൾക്കാമോ? ബിജേഷ് പറയൂ. തീർച്ചയായിട്ടും കേൾക്കാം. പറഞ്ഞോളൂ. ശെൽവപുരം നോർത്ത് ഹൗസിംഗ് കോളനി എന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോലീസ് വാഹനവും വ്യൂഹവും എല്ലാം തന്നെ ഇവിടെ എത്തി. മാധ്യമപ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ ഒരു ഷെൽവി എന്ന ഒരാളുടെ കയ്യിൽ 2.5 വർഷം മുമ്പേ കൊടുത്ത CD ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഷെൽവി എന്ന ഒരു സ്വർണ്ണ പണിക്കാരന്റെ കയ്യിൽ CD കൊടുത്തിരുന്നു എന്നും അവരെ കുറിച്ചാണ് ഇപ്പോൾ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഷെൽവി എന്ന ഒരാളുടെ വീടാണ് ഇപ്പോൾ പോലീസ് പ്രത്യേകിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂരിലുണ്ട് എന്ന് പറഞ്ഞ CD ഈ സ്ഥലത്ത് ശെൽവപുരം എന്ന പറഞ്ഞ സ്ഥലത്ത് ഷെൽവി എന്ന ഒരാളുടെ കൈവശമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അവരുടെ വീട് അന്വേഷിച്ച് ശെൽവപുരത്തെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ അവരുടെ വീട് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. 2.5 വർഷം മുമ്പാണ് ബിജു രാധാകൃഷ്ണൻ ഇവരുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ അടക്കം. ബിജേഷ് നടുവിലേക്ക് ഞാൻ തിരിച്ചെത്താം. ബിജേഷ് തുടർച്ചയായി നമ്മളോടൊപ്പം ചേരേണ്ടതാണ്. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സെൽവിയെ കണ്ടെത്തുന്നുണ്ടോ? സെൽവി അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ബിജേഷ് അന്വേഷണം തുടരുക. നമ്മൾ തുടർച്ചയായിട്ട് ബിജേഷിന്റെ പിന്നാലെ തന്നെ വരുന്നതാണ്.
അഡ്വക്കേറ്റ് മോഹൻകുമാർ, സെൽവി ഉണ്ടോ? ഹലോ, ഈ സെൽവി തന്റെ അകന്ന ബന്ധുവാണെന്ന്, ബിജു രാധാകൃഷ്ണന്റെ അകന്ന ബന്ധുവാണെന്ന് സരിത എസ് നായർ ഇപ്പോൾ മറ്റൊരു ചാനലിൽ പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാകുന്നുണ്ട്. എന്താണ് താങ്കളുടെ വിവരം? ആ വിവരത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അഭിഭാഷകനെ സംബന്ധിച്ചുള്ള എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. കമ്മീഷനിൽ പറഞ്ഞ വിവരം മാത്രമേ എനിക്കുള്ളൂ. എന്നോട് ഇത് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. താങ്കൾ ഒരു ചെറിയ വക്കീലൊന്നും അല്ല നമ്മുടെ മനസ്സിലാക്കലിൽ. താങ്കൾ 12ഓളം പുസ്തകങ്ങൾ എഴുതിയ ഒരു വലിയ മനുഷ്യനാണ്. ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയ ഭാവന ഒന്നുമില്ലാതെയാണോ ഒരു കയ്യും വീശി ബിജു രാധാകൃഷ്ണന്റെ വക്കാലത്ത് താങ്കൾ ഏറ്റെടുത്തത്? അല്ല, ഒരു കലാകാരൻ്റെ ഭാവനയ്ക്ക് രസകരമായ ഒരു കലാസൃഷ്ടി നടത്തുകയാണ്. അത് ഒരു അഭിഭാഷകരുടെ ജീവിതത്തോടൊപ്പം കലാവൃത്തി കൂടെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ജീവിതം. അവിടെ ഉപയോഗിക്കുന്ന ബുദ്ധിയൊന്നും ബിജു രാധാകൃഷ്ണന്റെ കാര്യത്തിൽ താങ്കൾ ഉപയോഗിക്കാറില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, അതല്ല. ബിജു രാധാകൃഷ്ണൻ ഞാൻ വക്കാലത്തെടുത്തതിന് ഈ കമ്മീഷൻ മുമ്പാകെ വക്കാലത്ത് അവനുമായിട്ട് പരിചയപ്പെടുന്നത് 1 വർഷം മുമ്പാണ്. എന്നെ കോടതിയിൽ ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിന്നപ്പോൾ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു എൻ്റെ വക്കാലത്തെടുക്കുന്ന അടിസ്ഥാനത്തിൽ ഞാൻ ബിജു രാധാകൃഷ്ണൻ്റെ 1 വർഷത്തെ പരിചയമുള്ളത്, 1 വർഷമേ ഞാൻ അവരുമായിട്ട് പരിചയമുള്ളൂ. ഈ 1 വർഷത്തിനകത്ത് നടന്ന കാര്യങ്ങളും ആ പല കേസുകളിലും ഏകദേശം തിരുവനന്തപുരത്തുള്ള കേസുകളിൽ മാത്രമേ ഞാൻ വക്കാലത്തിട്ടിട്ടുള്ളൂ. കൂടാതെ ഈ കമ്മീഷന് വിട്ടു, കമ്മീഷനിലും വക്കാലത്തിട്ടു. കമ്മീഷനിൽ 4 പ്രാവശ്യം അപ്പിയർ ചെയ്തു. ഈ കമ്മീഷനിൽ 4 പ്രാവശ്യം ബിജു രാധാകൃഷ്ണൻ വന്നിട്ടുള്ളൂ. 4ഓ 5ഓ പ്രാവശ്യം ബിജു രാധാകൃഷ്ണൻ വന്നിട്ടുള്ളൂ. ആ കമ്മീഷനിലെ ബിജു രാധാകൃഷ്ണൻ സാക്ഷിയാണ്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ കമ്മീഷൻ എന്തിനാണ് വെച്ചത്. ഒരു ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു അലിഗേഷനിൽ വരയ്ക്കുമ്പോൾ തന്നെ ഒരു കമ്മീഷൻ വെക്കും. കമ്മീഷനാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ബേസ് അത് ഒരു ഫാൾസ് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെത്താം. വയ്ക്കാം, 1952 അനുസരിച്ച് വയ്ക്കാം. എന്തിനാണ് വെക്കുന്നത്? ഇപ്പോ എന്താണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്? ഇന്നിപ്പോൾ പല നേതാക്കളും വക്താക്കളും ഒന്നും തന്നെ ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ എത്തുന്നതിന് മടി കാണിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ CD എന്ത് കാര്യങ്ങൾ കൊണ്ടുവരും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും തീരുമാനമെടുക്കാനോ സർക്കാർ തലത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാനോ ഒന്നും ഞങ്ങളാരും ആഗ്രഹിക്കുന്നത്, ഞങ്ങളാരും അങ്ങോട്ട് പോകുന്നുമില്ല. പിന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള എല്ലാ നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്. ഇത് വലയ്ക്കാൻ പോകുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയുമാണ്. ഞങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു ആശങ്കയുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിൻ്റെ ഒരു അംശം പോലും ഞങ്ങളുടെ ഭാഗത്ത് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ആരുടെ പിറകെയാണ് പോകുന്നത്? 58 കേസുകളിലെ പ്രതിയായ ഒരാൾ, സ്വന്തം ഭാര്യയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി മറ്റൊരു സ്ത്രീക്ക് വേണ്ടി കൊലപ്പെടുത്തിയ ഒരാൾ, നരേന്ദ്രമോദിയുടെ വരെ ഉപദേഷ്ടാവെന്ന് പറഞ്ഞ് നാട്ടിൽ തട്ടിപ്പ് നടത്തിയ ഒരാളുടെ പിറകെ കേരളത്തിൻ്റെ പ്രതിപക്ഷവും കേരളത്തിൻ്റെ മാധ്യമങ്ങളും പോകുന്ന ലജ്ജാകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CD ഇന്ന ദിവസം ഹാജരാക്കാമെന്ന് കഴിഞ്ഞ തവണ സോളാർ കമ്മീഷൻ മുന്നിൽ ഹാജരായപ്പോൾ പറഞ്ഞതാണ്. എവിടെയാണ് CD? ഇപ്പം മാധ്യമങ്ങളും പിറകെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ആരാണ് അപഹാസ്യമാകാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അപഹാസ്യമാകാൻ പോവുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദിയുടെ ഉപദേഷ്ടാവെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ ഒരാൾക്കെതിരെ ഒരാൾ തട്ടിപ്പ് നടത്തിയപ്പോൾ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഗുജറാത്തിലെ പ്രതിപക്ഷം വല്ലതും ആവശ്യപ്പെട്ട് പോയോ? തട്ടിപ്പുകാരൻ്റെ പിറകെ പോയോ? ഒരിടത്തും ഇല്ലാത്ത തരത്തിൽ പ്രതിപക്ഷം ഇത്രയധികം അധപ്പതിച്ച തരത്തിൽ, ഇത്രയധികം ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഇത്രയും ക്രൂരതയും പൈശാചികതയും തട്ടിപ്പും മാത്രം കൈ മുതലാക്കിയിട്ടുള്ള ഒരാളുടെ ജൽപ്പനങ്ങൾക്ക് വെറുതെ പോവുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും. MV ഗോവിന്ദൻ മാസ്റ്റർ, പ്രതിപക്ഷം അപഹാസ്യമാകാൻ പോകുന്നു എന്ന് M വിൻസെന്റ് പറഞ്ഞതിനോടുള്ള മറുപടി എന്താണ്? ശ്രീ വിൻസെൻറ്റിൻ്റെ വിശദീകരണം ഞാൻ കേട്ടു. വിൻസെൻ്റ് പറയുന്നത് പ്രതിപക്ഷം എന്തോ വലിയ രീതിയിൽ അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്നാണ്. ഞങ്ങളിപ്പോൾ ഈ 5.5 കോടി റുപ്യ വാങ്ങി എന്നുള്ളതും അതുപോലെ തന്നെ സരിതയുമായിട്ടുണ്ടായിട്ടുള്ള ഈ വഴിവിട്ട ബന്ധവും ഒന്നുമല്ലല്ലോ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ചർച്ചയിൽ ഉന്നയിക്കുകയും പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ മാസമായിട്ട് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ബിജു രാധാകൃഷ്ണൻ്റെ ഒപ്പം ആരാ യഥാർത്ഥത്തിൽ പോയത്? ബിജു രാധാകൃഷ്ണൻ എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ 1 മണിക്കൂർ നേരം ഒരു തിരക്കിട്ട മുഖ്യമന്ത്രിയുടെ സമയം പൂർണ്ണമായിട്ടും അടച്ചിട്ട മുറിയിൽ
ചർച്ച ചെയ്ത് ആദ്യമായിട്ട് ഈ കേരളത്തിൽ ബിജു രാധാകൃഷ്ണൻ്റെ ഒപ്പം പോയയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. എന്താണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന രാധാകൃഷ്ണനും തമ്മിൽ, ബിജു രാധാകൃഷ്ണനും തമ്മിൽ രഹസ്യമായിട്ട് ആ മുറിയിൽ സംസാരിച്ചത് എന്നതിനെപ്പറ്റി ഇപ്പോഴും ഏറ്റവും അവസാനം ചോദിച്ചപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിശദീകരിക്കാൻ തയ്യാറില്ലല്ലോ. അത് നിഗൂഢമായ എന്തോ രഹസ്യമായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള നാണം കെട്ട നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി കോൺഗ്രസും ഇപ്പോഴും എന്തോ CPIഎമ്മും ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലിയ കെണിയിൽപ്പെടാൻ പോവുകയാണ് എന്ന ധാരണ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഒരടിസ്ഥാനമില്ല. ഞങ്ങൾ ബിജു രാധാകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ അത് സരിതയുടെയോ ഒന്നും വക്കാലത്തെടുത്ത് പോകുന്ന ആളുകളല്ല. ഉണ്ടായ സംഭവത്തിൻ്റെ മേലെ കൃത്യമായ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമത്തായ സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ കമ്മീഷൻ. വെറുതെ കമ്മീഷൻ വെച്ചതൊന്നുമല്ല. അസംബ്ലിയിൽ 10-14 ദിവസം സ്തംഭനം നടന്നു. എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാതെ വന്നു. എന്നിട്ടും ജുഡീഷ്യൽ അന്വേഷണം വേണം, പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. അന്ന് പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന പ്രശ്നമേ ഇല്ല. എന്നാൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഈ സെക്രട്ടേറിയറ്റ് കവാടം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പൂർണ്ണമായിട്ടും സ്തംഭിപ്പിച്ച് ശക്തമത്തായ ഒരു ജനകീയ രോഷത്തിൻ്റെ മുമ്പിൽ ആ സെക്രട്ടേറിയറ്റിനെ അടച്ചിട്ടു. പട്ടാളത്തെ ഇറക്കി. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചു. എല്ലാ നിലപാടും സ്വീകരിച്ചിട്ടും അവസാനം ഗത്യന്തരമില്ലാതെ ഏകപക്ഷീയമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് ഈ ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത്. അതിലെ ടേംസ് ഓഫ് റെഫറൻസ് ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യാത്ത ഘട്ടത്തിലാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനവും അതുപോലെ തന്നെ പ്രതിഷേധവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലും സംശയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ സജീവൻ, മാധ്യമങ്ങളെയാണ് കോൺഗ്രസ് രണ്ടാമതായി കുറ്റപ്പെടുത്തുന്നത്. അപഹാസ്യരാകാൻ പോകുന്നതിൽ ഒന്നാമത്തെ ഭാഗം പ്രതിപക്ഷമാണെങ്കിൽ രണ്ടാമത് മാധ്യമങ്ങളാണ്. എങ്ങനെ കാണുന്നു ഇപ്പോൾ? എങ്ങനെയാണെങ്കിൽ വിൻസെൻ്റ് പല കേസുകളിലും കോടതിയെ കുറ്റപ്പെടുത്തും. കോടതിയിൽ ഏറ്റവും കൊടും കുറ്റവാളിയാണ് എന്ന് മജിസ്ട്രേറ്റിനോ ജഡ്ജിനോ ഒക്കെ ഉറപ്പുള്ള ഒരാളാണെങ്കിൽ പോലും അയാളുടെ മേൽ കുറ്റം തെളിയിക്കുന്നവരെ അയാൾ നിരപരാധിയാണെന്ന് ഒരു ബോധത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ എന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. മാത്രമല്ല അങ്ങനെയുള്ള എത്ര കൊടുങ്കുറ്റവാളിയാണെങ്കിലും അയാൾക്ക് പറയാനുള്ളത് മുഴുവൻ, അങ്ങനെ കൊടുങ്കുറ്റവാളികൾ മുഴുവൻ തെറ്റേ പറയുകയുള്ളൂ, അവർ ചതിക്കുകയേ ചെയ്യുള്ളൂ, അവർ മുഴുവൻ കളവ് പറയുന്ന ആളുകളാണെന്നുള്ള വിശ്വാസം കൂടിയിട്ട് ഒരു കോടതിയും എടുക്കില്ല. അതേപോലെ ബിജു രാധാകൃഷ്ണൻ ഭാര്യയെ കൊന്നിട്ടുണ്ടാവാം, അയാൾ അതുപോലെ പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടാവാം, അയാൾ എത്രയോ കേസുകളിൽ പ്രതിയായിരിക്കാം. പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് കോടതി കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ കമ്മീഷൻ കേൾക്കുന്നുണ്ടല്ലോ. ശിവരാജൻ കമ്മീഷൻ ഇതൊക്കെ കേൾക്കാതെ വെറുതെ ബിജു രാധാകൃഷ്ണൻ പറയുന്നത് കൊടും കുറ്റവാളിയായ ബിജു രാധാകൃഷ്ണനെ ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വെറുതെ വിടലല്ലേ ചെയ്തുള്ളത്, അല്ല അദ്ദേഹത്തെ കളയലല്ലേ ചെയ്തുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യം അനുസരിച്ചിട്ട് അത് CD ഉണ്ടെന്ന് പറഞ്ഞു. CD ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല, കബളിപ്പിക്കുകയായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ഉണ്ടെങ്കിലോ എന്നൊരു സംശയമുണ്ട്. ആര് പറഞ്ഞാലും അത് ഉണ്ടെങ്കിലോ എന്നുള്ളപ്പോൾ മാന്യനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ആളുകളും മാന്യമല്ലാതെ ആയി പോകുന്ന എത്രയോ സന്ദർഭങ്ങളില്ലേ. അപ്പം അതുകൊണ്ട് കൊടുങ്കുറ്റവാളിയായിട്ടുള്ള ഈ ബിജു രാധാകൃഷ്ണൻ പറയുന്നതും അതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഈ കമ്മീഷൻ അത് കളയുള്ളൂ. അതേപോലെ കോടതിയുടെ മുമ്പാകത്ത് കോടതി അങ്ങനെ ചെയ്യുള്ളൂ. അതേപോലെ മാധ്യമങ്ങൾ ബിജു രാധാകൃഷ്ണൻ പറയുന്ന ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം കളവ് പറയുന്ന ആളുകളുണ്ട്, അവരുടെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? നമ്മളിതൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തില്ല വിൻസെൻ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന പോലെ ഒരു പക്ഷേ ഇതൊക്കെ ശരിയായിരിക്കും, ബിജു രാധാകൃഷ്ണൻ ശുദ്ധ കളവായിരിക്കാം പറയുന്നത്. പക്ഷേ ആ കളവ് പറയുന്ന ബിജു രാധാകൃഷ്ണൻ പറയുന്ന കളവാണ് എന്ന് തെളിയിക്കപ്പെടണം. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഉന്നയിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കമ്മീഷൻ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് ഒരു ചർച്ചയും അവരുമായി നടത്തിയിട്ടില്ല. ടേംസ് ഓഫ് റെഫറൻസ് അവർ പറഞ്ഞ രീതിയിലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലും അല്ല കാര്യങ്ങളുള്ളത്. ഇപ്പോൾ തന്നെ ബിജു രാധാകൃഷ്ണന്റെ പിന്നാലെ അവർ പോകുന്നു, സരിത പറയുന്നത് അവർ കേൾക്കുന്നു എന്നുള്ളതല്ല. അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഈ വായുവിലുണ്ട്. അതാണ് ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം മാധ്യമങ്ങൾ ഇത് രണ്ടും കാണിക്കണ്ടേ?
ആര് പറയുന്നതാണ് സത്യം? വിൻസെന്റ് പറയുന്നതാണ് സത്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? സത്യമായിരിക്കാം പറയുന്നത്, അതും കേൾപ്പിക്കുന്നു, രണ്ടും വേണ്ടേ? അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ സമരത്തിന്റെ ഭാഗമായിട്ടല്ല. ഈ സമരം എന്തിനായിരുന്നു? ഗോവിന്ദ മാഷ്ക്ക് അറിയാലോ, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സമരം നടത്തിയത്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യമല്ല നിങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ രാജി കൊണ്ട് മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സമരം അന്നേ ദിവസം ഉച്ചയോടുകൂടി അവസാനിപ്പിച്ചു. ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ, ഏത് അന്വേഷണം നടത്താനും ഞങ്ങൾ തയ്യാറാണ് എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചപ്പോഴും അതിലൊന്നും തൃപ്തരാകാതെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമായ ആരോപണങ്ങൾ വരുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്നത് രാജിവെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു അനുരഞ്ജനത്തിലല്ലേ ഈ കാര്യങ്ങളൊക്കെ വരിക. ഈ ഘട്ടത്തിൽ എനിക്ക് ഇടപെടാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഗവൺമെന്റിന്റെ നിലപാട് ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാർ. നിങ്ങൾ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ രാജി, അതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനവും അതാണ്. നിങ്ങൾ നാട്ടുംപുറങ്ങളിൽ നിങ്ങളുടെ സഖാക്കളെ സമരരംഗത്തേക്ക് അണിനിർത്താൻ ഞങ്ങൾ രാജിയും വാങ്ങിയേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തകരെ ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അതല്ല അവിടുത്തെ അവസാനം. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം തയ്യാറായി എന്നു മാത്രമല്ല, സിറ്റിംഗ് ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി തരില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ചേർന്ന് പറഞ്ഞു ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ല ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിക്കുന്നത്. ആ റിട്ടയർഡ് ജഡ്ജിയെ ഹൈക്കോടതി പറഞ്ഞ ആളെയാണ് തീരുമാനിച്ചിരിക്കുന്നു. ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോയി CD കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെ പോകുന്ന കമ്മീഷന്റെ തീരുമാനത്തിന്റെ പിന്നാലെ നിൽക്കുന്നതിന് പകരം അവർ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇപ്പൊ കുറ്റപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയുമാണോ? അവർ എന്ത് കൊണ്ടുവരുന്നു കാണട്ടെ. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞ സജീവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ ഭാര്യയെ കൊന്നിട്ടുണ്ടാകാം, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകാം, എല്ലാ കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ടാകാം, സ്ത്രീ പീഡനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം, കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ശരി, സത്യമെന്നാണോ അങ്ങ് കരുതുന്നത്? അതാണോ ശരി? അതോ മറ്റുള്ളവർ പറയുന്നതാണോ ശരി? ശ്രീ സജീവൻ വേറൊന്നും കൂടി പറഞ്ഞു. ചില ആളുകളുടെ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അവർ എത്രമാത്രം ശരിയാണെന്നുള്ളതും നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുമോ? ശ്രീ വിൻസെന്റ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഇപ്പൊ ഈ പറഞ്ഞതിനകത്തൊരു മറുപടി ഉണ്ടോ? അല്ല, ഇതിന് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. വിൻസെന്റ് ഇപ്പോൾ പറയുന്നത് ആദ്യം തന്നെ, വളരെ മുമ്പ് തന്നെ ഇവിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാണ്. ഇല്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അസംബ്ലിയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. കോൺക്രീറ്റ് ആയിട്ട് പറയണ്ടേ അസംബ്ലിയിൽ? തോന്നിയ പോലെ മനസ്സിലൊന്ന് വെച്ചിട്ട് പറയുക. അതൊക്കെ വെറുതെ ഇപ്പം ന്യായീകരണത്തിന് വേണ്ടി പറയുന്നതാണ്. 14 ദിവസം സ്തംഭിപ്പിച്ച കേരള അസംബ്ലിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം നടത്താം, അതിന് തയ്യാറാണ് എന്ന് ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല, ഒരു സന്ദർഭത്തിലും പറഞ്ഞിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം വെക്കണമെന്ന് തന്നെയാണ് അസംബ്ലി സ്തംഭിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടത്. അതിനുവേണ്ടി ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചിട്ടില്ല. പിന്നെ രാജിവെക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇനിയിപ്പോൾ ലോകസഭയോ രാജ്യസഭയോ അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ സെൻട്രൽ സെക്രട്ടേറിയറ്റോ സമീപിച്ചിട്ട് ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് രാജിവെച്ചിട്ടുണ്ടോ? അത് മനസ്സിലാവാതിന്റെ രാഷ്ട്രീയമാണത്. അത് സാധാരണ രീതിയിൽ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ഇതിന് മുഴുവനും ഈ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്നതെല്ലാം രാഷ്ട്രീയമാണ്. സമ്മതിച്ചാൽ നല്ലത്. നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. നീതി യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടണം. നീതിയുടെ നാളുകൾ ജനങ്ങളുടെ മുന്നിൽ വരാൻ പോവുകയാണ്. അതാണ് ഗൗതം മാഷ് ഔചാരികമായി െങ്കിലും പറഞ്ഞത് ഇതിന്റെ ഞങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞതിന് തിരിച്ചറിവില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ വളരെ വ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. ഒരു ഗവൺമെന്റ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പറയുമ്പോൾ ഉടനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ രാജിവെക്കുകയാണ് എന്ന് ഏതെങ്കിലും ലാഘവ ബുദ്ധിയോടെ ഏതെങ്കിലും ഗവൺമെന്റ് രാജിവെച്ചിട്ടുണ്ടോ? അപ്പോൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കൂടിയാണ് അവർ പറഞ്ഞത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരിടത്തും പറഞ്ഞില്ല. ഈ സമരത്തിനൊടുവിൽ ആണ് ആ തീരുമാനം ഉണ്ടാകുന്നത്.
അവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു തന്ത്രം വിജയിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാം. അത് ശരിയോ തെറ്റോ? അല്ല, നിയമസഭാ രേഖകൾ എല്ലാവർക്കും പരിശോധിക്കാം. മുഖ്യമന്ത്രി ആവർത്തിച്ച് ഏത് അന്വേഷണവും തയ്യാറാണ്, ഏത് അന്വേഷണവും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ തൃപ്തരാകാതെയാണ് സഭ സ്തംഭിപ്പിച്ചത്, അതിൽ തൃപ്തരാകാതെയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. എന്നിട്ട് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിരിഞ്ഞുപോയി. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം നിഷ്പക്ഷവും നീതിപൂർവമായി ഹൈക്കോടതി നിർദ്ദേശിച്ച കമ്മീഷനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അല്ല മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഗവൺമെന്റോ പറഞ്ഞ ആളല്ല വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു സെക്കൻഡ്, ഈ വിഷയത്തിൽ 28/6/2014 മുതൽ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് എന്തോ ഉണ്ട് ഉണ്ടെന്ന്. എത്രയോ തവണ കോടതിയിൽ വന്നു, നൂറുകണക്കിന് തവണ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോടതികളിലേക്ക് ഈ ബിജു രാധാകൃഷ്ണൻ അന്നൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ 21-ാം തീയതി അന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കോടതിയുണ്ട്, ഈ കമ്മീഷനുണ്ട്, ഈ കമ്മീഷനൊക്കെ അത് അന്നേ അവസാനിപ്പിക്കാമായിരുന്നു, അടപ്പിക്കാമായിരുന്നു. നിയമപരമായി അവരും അതിന്റെ പിന്നാലെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കോയമ്പത്തൂർ ഗോവിന്ദ മാഷ് എന്താ പറയാൻ വന്നത്? അല്ല, ഞാൻ പറയാൻ ശ്രമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യത്തിൽ ഒന്നാമത്തെ മുദ്രാവാക്യം ഈ ഗവൺമെൻറ് രാജിവെക്കണം. കാരണം ധാർമ്മികമായി ഈ ഗവൺമെൻറ് രാജിവെക്കേണ്ടതാണ്. അവർക്ക് അവകാശമില്ല ഇതുപോലുള്ള ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെട്ട പരിസ്ഥിതിയിൽ രാജിവെക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ രാജിവെക്കണമെന്ന് വെറുതെ പറയല്ല, ഇതിൻ്റെ മേലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം നേരിടുന്ന ഒരു മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മന്ത്രിസഭയുടെ തലവനായി മുഖ്യമന്ത്രിയായി തുടരാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള വസ്തുത. ആ വസ്തുത മനസ്സിലാക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാനും ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതും തിരിച്ചെത്താം. ഇപ്പോൾ ബിജേഷ് നടുവിൽ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. തെളിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. എന്താണ് ബിജേഷ് കൂടുതൽ വിവരങ്ങൾ? ബിജേഷ് കേൾക്കാമെങ്കിൽ. ബിജേഷ് അവിടെ ആൾക്കൂട്ടത്തിന് നടുവിലാണ്, ശബ്ദം ശരിയായി നമുക്ക് തിരിച്ച് ബിജേഷിലേക്ക് എത്താം. തെളിവ് ലഭിച്ചിട്ടില്ല, സെൽവിയുടെ വീട്ടിൽ നിന്ന് തെളിവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സെൽവിയെക്കുറിച്ച് സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ബിജുവിൽ നിന്ന് കിട്ടാം. ബിജു ഇപ്പോൾ കേൾക്കാമെങ്കിൽ. ബിജേഷ്, ശെൽവപുരം എന്ന സ്ഥലത്ത് ഷെൽവി എന്നയാളുടെ വീട്ടിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. 1 വർഷം മുമ്പ് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അവരല്ല അവിടെ താമസിക്കുന്നത്, മറ്റൊരു ആളാണ് താമസിക്കുന്നത്. എങ്കിലും പോലീസ് ആ വീട് റെയ്ഡ് ചെയ്തു, പക്ഷെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും നേരത്തെ താമസിച്ചയാൾ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും മാധ്യമപ്രവർത്തകരും നിരവധി നാട്ടുകാരും ഇവിടെ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ റെയ്ഡ് ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആളെ ഇവിടെ എത്തിക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സെൽവി താമസിക്കാത്ത വീട്ടിൽ റെയ്ഡ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത്. ഇവിടെയും പലർക്കും സംശയം അത് തന്നെയാണ്. ബിജേഷ് തിരിച്ചെത്താം. അവിടെ എന്താണ് സെൽവി തിരിച്ച് എത്തുന്നുണ്ടോ, സെൽവി എന്തെങ്കിലും പറയുമോ എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് മോഹൻകുമാർ, ബിജു രാധാകൃഷ്ണൻ അവിടെ നിന്ന് CD യുമായി തിരിച്ചു വരുന്നില്ല എങ്കിൽ, CD ഇല്ലാതെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന് മറുപടി ബിജു രാധാകൃഷ്ണന്റെ വക്കീലാണ് താങ്കൾ ബിജു രാധാകൃഷ്ണൻ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ബിജു രാധാകൃഷ്ണന്റെ നാക്കായി പറയേണ്ടത് താങ്കളാണ്. എന്തു പറയും? തെളിവില്ലെങ്കിൽ എന്തു പറയും? എന്തായാലും ബിജു രാധാകൃഷ്ണൻ തെളിവെടുക്കാൻ വേണ്ടി പോയിരിക്കുകയല്ലോ. മടങ്ങി വന്ന് കമ്മീഷന് മറുപടി പറയട്ടെ. അതിനുശേഷം ആ കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ പോരെ? അതായത് ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ തെളിവുമായി വരുന്നില്ലെങ്കിൽ മറ്റെന്തോ മനസ്സിൽ പറയാനുണ്ട്. അതിപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ല, മറ്റാരെങ്കിലും തെളിവില്ല എന്ന് അവകാശപ്പെടാൻ പോകുന്നത് പോലെ അല്ല, മറ്റൊരു ഉത്തരമുണ്ട്, അത് കമ്മീഷനിലാണ് പറയുക. അതാണോ താങ്കൾ പറയുന്നത്? അതല്ല, അത് ബിജു രാധാകൃഷ്ണന് മാത്രമേ ആ കാര്യങ്ങളെപ്പറ്റി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു കോൺഫിഡൻഷ്യൽ മാറ്റർ ആയിട്ടാണ് ബിജു രാധാകൃഷ്ണൻ കമ്മീഷനെ അറിയിച്ചത്. ആ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അഭിഭാഷകനായാലും എന്നോട് പറഞ്ഞിട്ടില്ല ഈ കാര്യത്തെപ്പറ്റി. വ്യക്തമായി യാതൊരു അറിവുമില്ല. കമ്മീഷന് കിട്ടിയ അറിവ് മാത്രമേ എനിക്കുള്ളൂ. ആ കമ്മീഷനിൽ ഈ കാര്യം എവിടെയാണെന്നോ എന്ത് ഡോക്യുമെൻ്റ് ആണെന്നോ
ഉള്ള എന്ത് ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. അത് കോൺഫിഡൻഷ്യലായിട്ട് നമ്മുടെ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് മോഹൻകുമാർ, ഒരു വക്കീലിന്റെ പണി എന്താണ്? ബിജു രാധാകൃഷ്ണൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിയമ ഉപദേശം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കോടതിയിൽ ന്യായീകരിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് താങ്കൾക്കുള്ളത്. ഇപ്പോൾ തെളിവുമായി അല്ല ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് താങ്കൾ പ്രതിരോധിക്കാൻ പോകുന്നത്? അത് തെളിവുമായിട്ടല്ല വരുന്നതാണോ, തെളിവായിട്ടാണോ വരുന്നതെന്ന് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റൂ. അതിനുശേഷം പ്രതികരിച്ചാൽ പോരെ ആ കാര്യത്തെപ്പറ്റി? ഇപ്പോഴും അഡ്വക്കേറ്റ് മോഹൻകുമാറിന്റെ ആത്മവിശ്വാസം വിൻസെന്റിന് അല്പം ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൻസെന്റ്, ഒരു ആശങ്കയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയുന്നത്. ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി കാട്ടുകള്ളൻ, വക്കീലിനോട് പോലും സത്യം പറയുന്നില്ല, എന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ ഒരാളിനെ കുറിച്ച് ഈ വക്കീലിനെ വെട്ടിലാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചിട്ട് മോഹൻകുമാർ, എന്താണ് താങ്കൾ പറയാൻ വന്നത്? അയാൾ പറഞ്ഞ മതിയാക്കി. അല്ല, എൻ്റെ നമ്മുടെ സുഹൃത്തായ വിൽസൺ അഡ്വക്കേറ്റ് പറഞ്ഞത് അദ്ദേഹം കൊടും കുറ്റവാളിയാണോ അല്ല കേസിലെ പ്രതിയാണോ, അദ്ദേഹം അപ്പീലിലാണ്. ഈ കേസിൽ ഒരു കൺവിക്റ്റ് ചെയ്ത ഒരു കേസിൽ അപ്പീലാകുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ കൊടും കുറ്റവാളി എന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്, ഹൈക്കോടതി അപ്പീൽ ശരിവെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതൊരു ഫൈൻഡിങ്ങിൽ എത്തിത്തീർന്നില്ല. അപ്പീൽ അവിടെ ഡിസ്മിസ് ചെയ്താലും വീണ്ടും സുപ്രീം കോടതിയിൽ കൊടുക്കാം. അങ്ങനെ ഒരാളെ എങ്ങനെ കൊടും കുറ്റവാളിയായി ചിത്രീകരിക്കാം, കൊലപാതകയായി ചിത്രീകരിക്കാം? പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട അപ്പീൽ കോടതികൾ ഉള്ളത്? അഡ്വക്കേറ്റ് മോഹൻകുമാർ, അതൊക്കെ വേറെ കാര്യമാണ്. വിൻസെന്റിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളുടെ പിന്നാലെ പോകല്ലേ, അതിനുള്ള സമയമില്ല. നമുക്കിപ്പോ ബിജു രാധാകൃഷ്ണൻ, താങ്കൾ കഴിഞ്ഞ ദിവസം ജയിലിൽ പോയി ബിജു രാധാകൃഷ്ണനുമായി സംസാരിച്ചപ്പോഴും താങ്കൾക്ക് ഒരു ക്ലൂവും തരാതെ വളരെ കോൺഫിഡൻഷ്യലായി അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രം വെച്ച ഒരു കാര്യത്തിന് വേണ്ടിയാണ് താങ്കൾ ചാനലിൽ വക്കാലത്തുമായി വരുന്നത്, കോടതിയിൽ വക്കാലത്തുമായി ഒന്നും അറിയാതെ താങ്കൾ ഇങ്ങനെ വെറുതെ വക്കാലത്തുമായി നിന്നാൽ ഇതെന്താണ് സംഭവിക്കുക? താങ്കളുടെ ക്രെഡിബിലിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഇതൊക്കെ ഉണ്ടല്ലോ. താങ്കൾ എന്താണ് കരുതുന്നത്? അദ്ദേഹം ഇപ്പോൾ സമയം കൂടി കഴിഞ്ഞാണല്ലോ സത്യം മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തെളിവ് ഉണ്ടാകും, തെളിവുണ്ട്, ഇങ്ങനെ ഒരു ഉറപ്പ് താങ്കൾക്ക് 90% കിട്ടിയിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത് മോഹൻകുമാർ? എനിക്കറിയത്തില്ല. ഞാൻ CD ഹാജരാക്കും എന്ന് പുള്ളിയുടെ അഭിപ്രായം, അത് എവിടെയാണ് എന്ന് പുള്ളി പറയുന്നില്ല, അദ്ദേഹം പറയുന്നില്ല. ബിജു രാധാകൃഷ്ണൻ എന്നോട് പറയുന്നില്ല എവിടെയാണെന്ന്. അത് ആരോടെയും പുള്ളി പറയത്തില്ല. കോൺഫിഡൻഷ്യലായിട്ട് കമ്മീഷന് മുമ്പാകെ മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുന്ന ഒരാളോട് ഞാൻ എങ്ങനെയാ ചോദിക്കേണ്ടത്? എന്റെ കക്ഷി എന്നോട് പറയുമോ ഇങ്ങനെ ഒരു മാറ്റർ അതെ 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 അത് അംഗീകരിക്കുകയാണോ? ബിജു രാധാകൃഷ്ണന്റെ അറിവ് മാത്രമല്ലേ ഉള്ളൂ. ബിജു രാധാകൃഷ്ണൻ ഹലോ പറഞ്ഞോളൂ. ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതാണത്. നിരവധി അഭിഭാഷകരുണ്ട്, അഭിഭാഷകരുടെയും മാധ്യമക്കാരുടെയും മുൻപിലാണ് ഈ കാര്യം അവതരിപ്പിച്ചത്, ഹർജികൾ കൊടുത്തത്. അതിലാണ് കമ്മീഷൻ തീരുമാനമെടുത്തത്, വ്യക്തമായും തീരുമാനമെടുത്തത് അതിൻ്റെ ബേസിലാണ്. അപ്പോൾ കമ്മീഷന് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിവുള്ളൂ, അതല്ലാതെ എന്നോട് രഹസ്യമായിട്ട് ഇങ്ങനെയാണ് ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ പോയി സെൽവപുരത്തുള്ള ഷെൽവിയെ കണ്ടെത്തി. ഞാൻ തിരിച്ചു വരാം. സരിത എസ് നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സരിത എസ് നായർ, തമിഴ്നാട്ടിലുള്ള ഷെൽവി ആരാണെന്നാണ് താങ്കളുടെ അറിവ്? എന്റെ അറിവിൽ എനിക്ക് അയാൾക്ക് ഒത്തിരി പേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പൊ എവിടെയാ പോയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അവരുടെ റിലേറ്റീവ് ഒരു ഷെൽവി കോയമ്പത്തൂർ താമസമുണ്ട്, അവരാണോന്ന് അറിയില്ല. ഈ റിലേറ്റീവുമായി ചേർന്ന് ബിജു രാധാകൃഷ്ണൻ താങ്കളെയും കബളിപ്പിച്ച് വല്ല ദൃശ്യവും ഒപ്പിച്ചിട്ടുണ്ടോ? എന്താണ്? ഈ റിലേറ്റീവായ സെൽവിയുമായി ചേർന്ന് ബിജു രാധാകൃഷ്ണൻ താങ്കളെയും കബളിപ്പിച്ച് എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമോ? എന്ത് ദൃശ്യം ഉണ്ടാക്കാൻ? ഏതെങ്കിലും ഒരു CD ഇപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ സെൽവി എന്ന് പറയുന്ന ബന്ധുവുമായി ബിജു രാധാകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം.
അതെങ്ങനെ ഞാൻ പറയാൻ കഴിയും? എനിക്കറിയാമോ എങ്ങനെയാണ് ദൃശ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അതായത് എന്തായിരിക്കാം ഇപ്പോൾ ഈ ബിജു രാധാകൃഷ്ണൻ പോലീസുകാരെയും ഒക്കെ കൊണ്ടുപോയി അവിടെ കളിപ്പിക്കാൻ സാധിക്കുമോ? കുറെയൊക്കെ നിയമം അറിയാവുന്ന ആൾ കൂടിയാണല്ലോ സരിത. എനിക്ക് സത്യം പറഞ്ഞ എനിക്കറിയില്ല. എന്റെ സുഹൃത്തെ, നേരത്തെ ഞാൻ പറഞ്ഞു ബിജു ചെയ്തതിന് എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യാണ് പ്ലീസ്. സരിത, ഇപ്പോ ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ ഒന്നും അവിടുന്ന് കണ്ടെടുക്കാൻ പോകുന്നില്ല, ബിജു രാധാകൃഷ്ണൻ കൈയും വീശി തിരിച്ചു വരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണോ? പിന്നെ അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റും? ഇല്ലാത്ത കാര്യം എങ്ങനെ എവിടുന്ന് കൊണ്ടുവരും? അപ്പൊ ഈ അതെ, വക്കീൽ ഇപ്പോഴും പറയുന്നത് അത് പറയാറായിട്ടില്ല എന്നാണ്. ശരി, വക്കീലിന് അറിയാമായിരിക്കും. എനിക്കറിയില്ല സുഹൃത്തെ, എനിക്കറിയില്ല. ഇല്ലാത്ത കാര്യം കൊണ്ടുവരുമോ എന്ന് എനിക്ക് ചോദിച്ചാൽ ഇല്ലാന്നേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അത്ര മാത്രം ഉത്തരം എന്റെ ഭാഗത്തുനിന്ന് വരുള്ളൂ. സരിത, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്ത സമയത്ത് സരിത എസ് നായർ കുറച്ചുകൂടി വളരെ ഡൈനാമിക്കായി സന്തോഷത്തോടു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഉത്തരങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോ അങ്ങനെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ആത്മവിശ്വാസത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയും കാമ്പുള്ള ചോദ്യങ്ങൾക്ക് അങ്ങനെ ആൻസർ പറയാൻ പറ്റും. ബിജു രാധാകൃഷ്ണൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് സരിതയോട് ചോദിച്ചാൽ അയാൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാനെന്ത് ഉത്തരം പറയണം പുതുതായിട്ട്? ഈ കാര്യത്തെക്കുറിച്ച് വളരെ ദുരൂഹതകൾ കൂടുന്നത് സരിത പോലും കഴിഞ്ഞ ദിവസം എനിക്കതിനകത്ത് ഒരു ദുരൂഹതയും കൂടുന്നില്ല. എനിക്കിപ്പം തോന്നുന്നത് എന്താ അറിയോ, ഇത് പിന്നെ ഒരു നാടകം കളിയിലേക്ക് അവസാനിക്കാൻ സമ്മതിക്കാതെ ഇത് ഇനി നീണ്ടു പോട്ടെ എന്നാണ് ആഗ്രഹം. ഇതിനൊരു എൻഡ് വരട്ടെ, സത്യം എന്താണെന്ന് തെളിയട്ടെ. അയാളുടെ ഇല്ലാത്തൊരു കാര്യം അയാൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം അയാൾ കണ്ടുപിടിക്കട്ടെ, അത്രേ ഉള്ളൂ. എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ഈ നാടകം എന്തുകൊണ്ടാണ് തുടരുന്നത് സരിത? ഇങ്ങനെ സരിതയും വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ നാടകം ഞാനാണോ കളിക്കുന്നത് സുഹൃത്തെ? ആരാണ് സരിതയുടെ കണ്ണിൽ ആരാണ്? നിങ്ങൾ തന്നെ കണ്ടോണ്ടിരിക്കല്ലേ, ആക്ടറേയും സീനിയർ ആക്ടറേയും മറ്റുള്ളവരെയൊക്കെ. ആക്ടേഴ്സിനോട് ചോദിക്കോ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന്? എന്നോട് ചോദിക്കാം. എന്നെ വെറുതെ വിട്. ഞാൻ ഒന്നിനും ഇല്ലാതെ മര്യാദയ്ക്കൂടെ മാറിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നാടകം കളിക്കുന്നവർക്ക് ഇത്രമാത്രം നാടകം കളിക്കാനും ആളുകളായിട്ട് വട്ടം കളിപ്പിക്കാനും എന്തുകൊണ്ടാണ് അവസരങ്ങൾ ലഭിക്കുന്നത് സരിത? അതിന് ഞാനെന്ത് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാ? സത്യസന്ധമായി ഞാൻ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്ന തരം താഴെ എന്ത് അപവാദങ്ങൾക്കും കൂടുതൽ സ്വീകാര്യത കേരളത്തിൽ ലഭിക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സരിതയ്ക്ക് ഉൾപ്പെടെ ഒരുപാട് സമയം കിട്ടിയല്ലോ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് മാധ്യമങ്ങളെ മുന്നിൽ കൊണ്ട് നിർത്താനും ഒക്കെ. ബിജു രാധാകൃഷ്ണനും ഇപ്പോ കുറച്ച് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിനകത്ത് എനിക്ക് പരാതിയില്ല. മാധ്യമങ്ങളെ യൂസ് ചെയ്യുന്നതോ മറ്റുള്ളതോ ഒന്നും എന്റെ വിഷയങ്ങളല്ല. എല്ലാവർക്കും പറയാനുള്ള ഒരു ഫോറം എന്നുള്ളതാണ് മാധ്യമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതില് ഇപ്പം മാധ്യമങ്ങളില് ആർക്കും എന്തും പറയാം. അതിലെനിക്ക് വിഷയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് സത്യസന്ധമായ കാര്യമല്ല ഈ നടക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും മെഷീനറി യൂസ് ചെയ്യപ്പെട്ടതെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. വേറെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാനില്ല. പക്ഷെ സരിത, മുൻകാലങ്ങളിൽ സരിത തന്നെ പരാതിപ്പെട്ടിട്ടുള്ളത് പോലെ ഒരു ബിസിനസ് നടത്താൻ ഒരു സ്ത്രീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഭാഗമായി പലരും പല രീതിയിൽ സരിതയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ചിത്രവും അല്ലെങ്കിൽ ഫോൺ നമ്പറുകളും ഒക്കെ ആണല്ലോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ ശ്രമിച്ചത്. അതിന്റെയൊക്കെ കുറച്ചുകൂടി വിപുലമായ തലങ്ങളിലേക്കായിരിക്കും ബിജു രാധാകൃഷ്ണൻ പോകുന്നുണ്ടാകുക. ഇല്ലാത്ത കാര്യത്തിന് എങ്ങനെയാ മാഷി പോവുക? ഇല്ല ആരോപണമാണെങ്കിൽ അത് പറയാൻ ഞാനുണ്ട്. എനിക്ക് എന്തെങ്കിലും നോളജ് വന്നെങ്കിൽ അത് അഗ്രീഡ് പാർട്ടിയായി ഞാൻ തന്നെയാണ് അത് പറയേണ്ടത്, അല്ലാതെ ബിജു രാധാകൃഷ്ണൻ അല്ല. ശരി, ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ ഓവറായി സരിതയെ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താം. പക്ഷെ സരിത തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ബിജു പോകാൻ ശ്രമിക്കണ്ട എന്ന് എന്തിനാണ് സരിത പറയുന്നത്? ബിജു രാധാകൃഷ്ണന്റെ കാര്യങ്ങളിലുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. ഇപ്പൊ നടക്കുന്നതിനെ പറ്റി എനിക്ക് എന്റെ കാര്യങ്ങൾ എന്റെ അടുത്ത് ഇപ്പൊ ചർച്ച ചെയ്യാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല. ശരി, ഈ ബിജു രാധാകൃഷ്ണൻ തിരിച്ച് സരിത ഈ ഒരു നിലപാടിലാണ്. അഡ്വക്കേറ്റ് മോഹൻകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഗോവിന്ദൻ മാസ്റ്റർ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു, പ്രതിപക്ഷം എന്താണ് ഇത്രയും കാലം ഈ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, CD കൊണ്ടുവന്നില്ലെങ്കിൽ പ്രതിപക്ഷം ഉത്തരം പറയണ്ടേ എന്നൊക്കെയാണ് നേരത്തെ സിദ്ദിഖും ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്. ഈ ചോദ്യം ഇനി നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? ഞങ്ങൾക്ക് ആ ചോദ്യ പ്രശ്നമില്ല. കാരണം CD ഇപ്പം അല്ലേ വന്നത്. CDൻ്റെ പ്രശ്നമൊക്കെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന 4 ദിവസം മുമ്പ് വന്ന പ്രശ്നമല്ലേ. ബിജു രാധാകൃഷ്ണൻ അവസാനം
ഈ കോടതിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ മേലെയാണ് ഈ 5.5 കോടിയും അതുപോലെ തന്നെ CD ഒക്കെ വരുന്നത്. അതിനും എത്രയോ മുമ്പ് ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അതിൻ്റെ ഓഫീസിനെ സംബന്ധിച്ചും ഓഫീസിലെ ജോപ്പനെ സംബന്ധിച്ച് ജോപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഓഫീസിലെ സ്റ്റാഫ് ഉൾപ്പെടെ ഗവൺമെൻറ് സലീം രാജ് ഉൾപ്പെടെ ഇവരെ പറ്റിയെല്ലാം ഞങ്ങൾ അന്നേ പറഞ്ഞാണ് അതൊക്കെ ആയിട്ടുള്ള ബന്ധം, ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള സരിതയ്ക്കുള്ള ബന്ധം, അതുപോലെ തന്നെ ബിജു രാധാകൃഷ്ണൻ അടച്ചിട്ട മുറിയിൽ ഇവർ രണ്ടുപേരും തന്നെ ഇരുന്നു കൊണ്ട് 1 മണിക്കൂർ നേരം സംസാരിച്ച പ്രശ്നം ആരെങ്കിലുമായിട്ട് ഇതുവരെ 1 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് സോളാർ എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി വലിയൊരു തട്ടിപ്പാണ് കേരളത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയവും അന്നുമില്ല ഇന്നുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നൊരു കാര്യം വെച്ചിട്ട് ഇതോടുകൂടി എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ CD ഒന്നുമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഞങ്ങൾ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അന്നും ഇന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അത് ഇവിടെ നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ പൊതുവേ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. ശ്രീ വിൻസെന്റ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ CD-യുടെ പിന്നാലെ പോയി ഇപ്പൊ CD കൊണ്ടുവന്നില്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ കമ്മീഷനും വേണ്ട, എല്ലാം കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നേരത്തെ ഗോവിന്ദ മാഷ് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, എന്താണ് ആ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ രഹസ്യമായി സംസാരിച്ചത് എന്ന് ഈ നിമിഷവും പുറത്തു വന്നിട്ടില്ല. എന്താണത്? ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് ഈ സോളാർ വിവാദം തുടങ്ങിയ സമയത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് പോയി, നിയമസഭയിൽ എത്ര ചർച്ചകൾ വന്നു, എന്തെല്ലാം വന്നു, വളരെ വ്യക്തമായി ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി ഈ ചോദ്യത്തിന് ഉത്തരവില്ല. കൃത്യമായ ഉത്തരം ഞാൻ തരാം. നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഞാൻ കൃത്യമായ ഉത്തരം തരാം. മുഖ്യമന്ത്രി അല്ലല്ല ഗോവിന്ദ മാഷ് ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ഒരേ ഒരു തവണയാണ് ബിജു രാധാകൃഷ്ണൻ കണ്ടത്. ബിജു രാധാകൃഷ്ണനായിട്ടല്ല കണ്ടത്, ഒരു കമ്പനിയുടെ MD ഡോക്ടർ RB നായർ ഒറ്റയ്ക്കല്ല വന്നത്. മാതൃഭൂമിയിലെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായ ശിവദാസനോടൊപ്പമാണ് വന്നത്. ചോദ്യം ഇതാണ്, ആര് വേണമെങ്കിലും മുഖ്യമന്ത്രി കണ്ടുകൊള്ളട്ടെ, ഈ നാട്ടിൽ ആര് വേണമെങ്കിലും കണ്ടുകൊള്ളട്ടെ, എല്ലാം പുറത്തേക്ക് പറയുന്ന സുതാര്യമായി കാര്യങ്ങൾ പറയുന്ന ഈ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അന്ന് അവിടെ സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയില്ല എന്ന് പറയുന്നത്? മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും ശിവദാസനും തമ്മിൽ നടന്ന സംഭാഷണം എന്താണ് എന്ന് ഈ 3 പേരിൽ ഒരാളായ ശിവദാസൻ വളരെ വ്യക്തമായി സോളാർ കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ശിവദാസൻ പുറത്തേക്ക് പോയതിനു ശേഷം മുഖ്യമന്ത്രിയും ബിജു രാധാകൃഷ്ണനും തമ്മിൽ സംസാരിച്ചോ? ഇല്ല, ഒരുമിച്ച് അവർ ഒരുമിച്ച്. അത് ശിവദാസനാണോ ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് വന്നറിയില്ല. പിന്നീടാണ് ഇത് അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പിന്നീട് അന്വേഷിച്ചതിന് ശേഷം പിന്നെ ഗോവിന്ദ മാഷ് മുറി അടച്ചിട്ടു. ഇതൊക്കെ ഇതിന് മേമ്പൊടിയായി ചേർക്കുന്ന കാര്യങ്ങളാണ്. അല്ല ഇത് മേമ്പൊടിയായി ചേർക്കുന്ന കാര്യങ്ങളാണ്. 1 മണിക്കൂർ സംസാരിച്ചു എന്നൊക്കെ അല്ല, ഈ ആരോപണത്തിന് ഒരു കൊഴുപ്പ് കൂട്ടണമല്ലോ. അതിനുവേണ്ടി നിങ്ങൾ പറയുന്ന ഈ മേമ്പൊടി എന്നുള്ള അല്ലാതെ ഇതിൽ സത്യത്തിന്റെ എന്തെങ്കിലും ഒരു കണികയുണ്ടോ? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പരിചയം ഇയാളുടെ അടുത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് MI ഷാനവാസിന്റെ റെക്കമെൻഡേഷൻ ലെറ്ററുമായി അദ്ദേഹം വരേണ്ടതുണ്ട്? ഒരു പ്രാവശ്യത്തിൽ അധികം ഒരു പ്രാവശ്യമല്ലാതെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ 5.5 കോടി എന്തിനാണ് വെറുതെ പറയുന്നത്? ഞാനൊരു പൊതുവിജ്ഞാനോട് ചോദിക്കുകയാണ്, എത്ര പേരെ മുഖ്യമന്ത്രി ഇങ്ങനെ 25 മിനിറ്റിൽ കൂടുതൽ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടാകും? എത്ര പേരെ കണ്ടിട്ടുണ്ടാകും ഈ കഴിഞ്ഞ 4.5 കൊല്ലം? ഒരാളെയും കണ്ടില്ല. നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്. എത്രയോ പ്രധാന ഉദ്യോഗസ്ഥന്മാർ, എത്രയോ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിൽ ഇതിനു വേണ്ടി പോയതല്ല. മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ വന്നതുകൊണ്ടാണ് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത്. അത് ബിജു രാധാകൃഷ്ണനോടല്ല പറഞ്ഞത്, അത് MI ഷാനവാസിനോട്. MI ഷാനവാസിനോടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് ജോപ്പനും ജിക്കുമോനും എന്തിനാണ് പുറത്തായെന്ന് എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. നിങ്ങളൊരു 100 തവണ ചർച്ച ചെയ്തതല്ലേ? വീണ്ടും വീണ്ടും ഇത് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പഴയ സ്ഥലത്തേക്കല്ല പോകുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പുതിയ CD ഉണ്ട് എന്നുള്ള വിവാദമാണ്. CD ഉണ്ടെന്ന് ഇതുപോലൊരു നികൃഷ്ട ജീവി പറഞ്ഞിട്ടുള്ള വാക്ക് കേട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? ഇതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനില്ലേ? ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കണമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കാൻ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അല്പമെങ്കിലും സമയം മെനക്കണ്ടേ? മുഖ്യമന്ത്രി എന്ന പദപ്രയോഗമൊക്കെ ഇപ്പോ വിൻസെന്റിന്റെ പദാവലിയിലും ഒക്കെ വന്നു കഴിഞ്ഞു ശ്രീ ഗോവിന്ദ മാഷ്. അല്ല, നികൃഷ്ട ജീവി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. സ്വന്തം ഭാര്യയെ കൊല്ലുക, വേറൊരു സ്ത്രീക്ക് വേണ്ടി കൊല്ലുക, ആ സ്ത്രീ
ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിൽ അവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് ആ സ്ത്രീ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന CD ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുക. ഈ സരിതയുമായി ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ ഷാലു മേനനുമായി വേറൊരു കാമുകിയുണ്ട് എന്ന് പറഞ്ഞ് അവരോടൊപ്പം പണം കൊണ്ടുപോയി എന്ന് പറയാം. ഇതുവരെ സ്ത്രീ പിരിച്ചെടുത്ത പൈസ ഇതുവരെ തിരിച്ച് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പോകാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? ഞങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? ഗവൺമെന്റ് ചെയ്ത് കൃത്യമായി കേസെടുത്തു. നിങ്ങളുടെ കാലത്ത് ഒരു കേസെടുത്തിട്ടുണ്ടോ? ബിജു രാധാകൃഷ്ണന്റെ കേസെടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ ഞങ്ങൾ കേസെടുത്തു. എത്ര കേസുകളാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് ഗോവിന്ദ മാഷ് ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരുപാട് ഇടപാടുകൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ബിജു രാധാകൃഷ്ണനായാലും സരിതയായാലും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. അതിനാവശ്യമായ തെളിവുകൾ കമ്മീഷന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ട് കിട്ടിയത് വാർത്താമാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നെയാണ്. അങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന തെളിവിൻ്റെ ഒരു ഘട്ടത്തിലാണ് ബിജു രമേശനെ ഈ ചർച്ചയുടെ ബിജു രാധാകൃഷ്ണനെ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ വിളിച്ച് പരിശോധിച്ച് കാര്യങ്ങൾ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം വന്നത്. ആ മൊഴിയിലാണ് 5.5 കോടിയുടെയും അതുപോലെ തന്നെ ഈ CD-യുടെയും പ്രശ്നം അദ്ദേഹം പുതുതായിട്ട് ഉന്നയിക്കുന്നത്. ആ പുതിയ ഉന്നയിച്ച കാര്യം കൊണ്ട് അത് മാത്രമാണ് മുഴുവൻ കാര്യങ്ങളും ഒന്ന് അവതരിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ മുമ്പുള്ളതൊന്നും പറയാനേ പാടില്ല, അതിൻ്റെ മുമ്പിലുള്ളതൊന്നും ശ്രദ്ധിക്കാനേ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ സോളാർ തട്ടിപ്പ് കേസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന തട്ടിപ്പിനെ പറ്റി കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കണം. സരിത ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ നടക്കുകയാണല്ലോ. സരിത പറഞ്ഞല്ലോ, AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന MLA എന്നെ പീഡിപ്പിച്ചു ഇന്ന സ്ഥലത്ത് വെച്ച് എന്ന് കൃത്യമായിട്ട് എഴുതി രേഖാമൂലം എഴുതി കൊടുത്തല്ലോ. എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? ഇപ്പോൾ നിങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ജനാധിപത്യപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സരിതാ നായർ എഴുതി കൊടുത്ത സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച കാര്യത്തിൻ്റെ മേലെ എന്തേ നിലപാട് സ്വീകരിക്കാത്തത്? എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ കേസ് ചാർജ് ചെയ്യാത്തത്? ഇങ്ങനെ നിരവധിയുണ്ട്. ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള നിരവധി സംഭവ പരമ്പരകളാണ് ഈ സരിതാ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സോളാർ ഈ കറക്ക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ശ്രീ സജീവൻ, എന്തായാലും CD-യുടെ കാര്യത്തിൽ ഇതാ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വലിയ വിശേഷമൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ഇപ്പോഴുള്ള സംഭവങ്ങൾ വെച്ച് പറയാൻ സാധിക്കില്ല. CD ഇല്ല എന്ന് വരുന്ന ഘട്ടത്തിൽ ഇവിടെ വിൻസെന്റ് അവകാശപ്പെടുന്നത് പോലെ എല്ലാ പ്രശ്നവും ഇനി അടച്ചു പൂട്ടേണ്ടതാണ്, ഇനി ഒന്നുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പടച്ചുണ്ടാക്കിയതാണ്, ഇതെന്തോ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറായോ? അല്ല, CD ഇല്ല എന്ന് വരുമ്പോൾ ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ച കുറേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കുറേ ആളുകളുടെ പേരിലുള്ള ലൈംഗിക ആരോപണമാണ്, അല്ലെങ്കിൽ അതിക്രമം ചെയ്തു എന്നുള്ള കാര്യമാണ്. അത് ഇല്ല എന്ന് അത് ഇല്ല എന്നല്ല, അതിനുള്ള തെളിവ് ലഭിച്ചില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരു കാര്യം, നമ്മൾ എത്ര ചർച്ച നടത്തിയാലും ഇതിനൊക്കെ അപ്പുറത്ത് കോടതിയുടെ മുമ്പായ കാര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ മാറും. നമുക്കിതിന് മുമ്പേ തന്നെ നടന്നുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ബാർ കോഴ കേസിൽ മാണിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നു. അപ്പോഴൊക്കെ പറഞ്ഞു ഇതൊന്നും ശരിയല്ല, ആരോപണങ്ങളാണ്, ഈ ഒരു കള്ളുകച്ചവടക്കാരൻ നടത്തുന്ന ആരോപണങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അവസാനം മാണിയുടെ രാജിയിൽ കാര്യങ്ങളെത്തി. രണ്ടാമത്തെ കാര്യം ബാബുവിൻ്റെ ആയിരുന്നു. ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല എന്നൊരു പ്രശ്നം വന്നപ്പോൾ മാണി തന്നെ പറഞ്ഞു 2 നീതിയാണ് ഉള്ളത്, ഇരട്ട നീതിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഇതല്ല, മാണിയുടെ കാര്യങ്ങൾ, ബാബുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു, ഒരു തെളിവും കണ്ടെത്തിയില്ല, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ ചർച്ച നടത്തിയിട്ട് കാര്യങ്ങൾ പലരും പറഞ്ഞാണ്. പക്ഷേ എന്തായി? ഇന്നലെ വിജിലൻസ് കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം നടത്തണമെന്ന്, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പലപ്പോൾ ഇതിലെവിടെ എങ്ങനെ ഇടപെടുന്നുള്ളത് പ്രശ്നമുണ്ട്. ഈ കേസും സോളാർ കേസിലും ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതേ സംഭവം കോടതിയുടെ മുമ്പാകെയുണ്ട്. ജുഡീഷ്യൽ കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുള്ളൂ. എനിക്ക് തോന്നുന്നു ശിവരാജൻ കമ്മീഷൻ പരമാവധിക്കപ്പുറത്ത് ചെയ്തു കഴിഞ്ഞു. അത് പക്ഷേ കമ്മീഷന് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്ത് കോടതിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരുമ്പോൾ കോടതി പറയുന്നു ഇതൊക്കെ വീണ്ടും അന്വേഷിക്കണം,
മറ്റൊരു ഏജൻസി അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒന്നും എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ അതുകൊണ്ട് വിൻസെൻ്റ് പറഞ്ഞ പോലെ ഇത് എന്താണ് ഇനിയൊന്നും ചെയ്യേണ്ടതില്ല. ആരോപണങ്ങൾ നടത്തുന്ന ഒരു കുറ്റവാളിയാണോ അല്ലെങ്കിൽ ആരോപണ വിധേയനായോ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രശ്നം. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കമ്മീഷന് കുറേ കണ്ടെത്താൻ പറ്റും. കമ്മീഷന് ഒരു പരിധി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതേ കേസ് കോടതിയുടെ മുമ്പാകെ വരാൻ പോകുന്നതാണ്. നമുക്കറിയാം കോടതി എപ്പോഴെങ്കിലും പിൻവാങ്ങി ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കേസ് ബാർ കോഴ കേസിൽ ഹൈക്കോടതി പറഞ്ഞു ഞങ്ങളൊന്നും ഇടപെടുന്നില്ല, വിജിലൻസ് കോടതിയിലാണ് പെറ്റീഷൻ കൊടുക്കേണ്ടത്. അടുത്ത ദിവസം വിജിലൻസ് കോടതി കയറി പിടിച്ചു. ഇതേപോലെ കോടതി പിറകിലുണ്ട് എന്നുള്ള കാര്യം നമ്മളറിയണം. ബിജു രാധാകൃഷ്ണനാണ് കുറ്റക്കാരനെങ്കിൽ, ബിജു രാധാകൃഷ്ണൻ കളവ് പറയുകയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടണം. അയാൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ പോരാ. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെതിരെ ആണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾ വെറുതെ വിടുന്നത് ശരിയില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞ് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ CD എടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഒരു പക്ഷേ തെളിവ് കിട്ടണമെന്നില്ല, ഉണ്ടാവാം. പക്ഷേ എന്തായാലും ഇതിന് പിറകെ പോവാൻ കമ്മീഷനും മോഹൻകുമാർ ഇപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം. ബിജു രാധാകൃഷ്ണന് ഇപ്പോഴും പറഞ്ഞു നിൽക്കാം. അതായത് സെൽവിയുടെ കയ്യിൽ CD ഉണ്ട് എന്നുള്ളത് അന്വേഷിക്കാനാണല്ലോ കോയമ്പത്തൂരിലേക്ക് പോയത്. അവിടെ സെൽവിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. സെൽവിയുടെ കയ്യിൽ നിന്ന് CD കിട്ടുന്നില്ല. കോടതിയിൽ സോളാർ കമ്മീഷന് മുമ്പിൽ ബിജു വന്ന് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നിർണായകം തന്നെയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സെൽവിയുടെ കയ്യിൽ കൊടുത്തിരുന്ന CD ഇപ്പോൾ ഇല്ല എന്നാണോ, അത് അവിടെ നിന്ന് വേറെ ആരെങ്കിലും ഇതിനകം കടത്തി എന്നാണോ, അതോ CD ഇല്ല എന്നാണോ എന്നുള്ള വലിയ അന്വേഷണത്തിലേക്ക് ഇനിയും പോകേണ്ടതുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ആണ് അഡ്വക്കേറ്റ് മോഹൻകുമാർ ഇനിയിപ്പോൾ പറയേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ബിജേഷ് ഇപ്പോഴും കോയമ്പത്തൂരിൽ തന്നെ. ബിജേഷ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ലാല് കോയമ്പത്തൂരിൽ എത്തി ഇവിടെ കൃത്യമായിട്ട് ബിജു രാധാകൃഷ്ണൻ CD-യും ഒരു തെളിവുകളും അടങ്ങിയ ഫയൽ നൽകി എന്ന് പറഞ്ഞ വീട് ഒരു ഷെൽവി എന്നൊരാളുടേതാണ്. പക്ഷേ അവിടെ എത്തിയ പോലീസ് സംഘത്തിന് ഷെൽവി എന്നൊരാളെയോ ചന്ദ്രൻ എന്ന ബിജുവിൻ്റെ സുഹൃത്തിനെയോ കാണാൻ സാധിച്ചില്ല. അവർ ഒരു വർഷം മുമ്പേ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി എന്നാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ആ വീട് അടിച്ചു പെറുക്കിയിരുന്നു, പക്ഷേ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പിന്നീട് ചന്ദ്രനെ ഫോണിൽ വീട്ടുകാർ ബന്ധപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. അല്പസമയത്തിനകം ചന്ദ്രൻ ഇവിടെ എത്താം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ വന്നതിന് ശേഷം മാത്രമേ ബിജു രാധാകൃഷ്ണൻ അത്തരത്തിൽ ഒരു തെളിവ് അവിടെ നൽകിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൃത്യമായ രേഖകൾ അവിടെ നൽകിയതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുകയുള്ളൂ. ചന്ദ്രൻ അവിടെ വന്നതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ പൂർണ്ണ രൂപം എന്തായാലും നമുക്കും ലഭ്യമാവുക. ബിജു രാധാകൃഷ്ണൻ ഒരു വർഷത്തിന് മുമ്പേ ഇവിടെ ഷെൽവി എന്നയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സരിതാ നായർ ഷെൽവി എന്നയാൾ ബിജുവിൻ്റെ അകന്ന ബന്ധുവാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ ബിജു രാധാകൃഷ്ണൻ ഒരു വർഷങ്ങൾക്ക് മുമ്പേ അത്തരത്തിൽ ഒരു രേഖയടങ്ങിയ CD-യും ഒരു ഫയലും നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നൽകിയെങ്കിൽ മാത്രമേ, അത് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. പോലീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബിജു രാധാകൃഷ്ണനെ ആദ്യം ആ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് ബിജു രാധാകൃഷ്ണനാണ് പറഞ്ഞത് ഈ വീട്ടിലാണ് ഞാൻ നൽകിയിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഷെൽവി എന്നയാളല്ല താമസിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയുള്ള ആൾക്കാരോട് വിവരം തിരക്കിയപ്പോൾ അവർ ഒരു വർഷം മുമ്പേ ഇവിടെ നിന്ന് താമസം മാറി പോയിട്ടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ബിജേഷിലേക്ക് തിരിച്ചെത്താം. ഈ കോയമ്പത്തൂരിനും ഉറക്കമില്ലാതാകുന്നു ഈ രാത്രി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പ്രശ്നത്തിൽ എന്തൊക്കെയാണ്, ബിജു ആണോ അതോ മറ്റുള്ള ആരെങ്കിലും ഇതിനകം ബിജുവിനെയും കടത്തി വെട്ടിയിരിക്കുന്നോ കാര്യങ്ങൾ എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് മോഹൻകുമാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾക്കിപ്പോഴും പറഞ്ഞു നിൽക്കാം. അതായത് അവിടെ സെൽവി ഒരു വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആളാണ്, സെൽവി ഇല്ല. ഇപ്പം ചന്ദ്രൻ ഇപ്പോൾ എത്തും. ചന്ദ്രൻ പറയാൻ പോകുന്നതാണോ ശരി? സെൽവി CD-യും കൊണ്ട് കടന്നോ, സെൽവിയെ കടത്തിയോ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം. എന്താണ് കച്ചവടം? പറയൂ. ഞാൻ പറഞ്ഞല്ലോ, സെൽവി ആരാണെന്നോ ചന്ദ്രൻ ആരാണെന്നോ കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണോ കോയമ്പത്തൂർ എന്ന സ്ഥലമാണെന്നോ ഒക്കെ മനസ്സിലാക്കിയത് മാധ്യമങ്ങളിലൂടെയാണ്. അതല്ലാതെ
കമ്മീഷനിൽ പറഞ്ഞത്, കമ്മീഷനിൽ കോൺഫിഡൻഷ്യലായിട്ട് കൊടുത്ത മൊഴി മാത്രമേ എനിക്കറിയത്തില്ല. ബിജു രാധാകൃഷ്ണൻ വലിയൊരു ബിസിനസ്സുകാരനാണെന്നുള്ളത് അഡ്വക്കേറ്റ് മോഹൻകുമാറിന് അറിയാം. വെറുതെ ഒരു വക്കാലത്ത് ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനത്തിന്റെ പിറകിൽ താങ്കൾ ഏറ്റെടുക്കില്ല. ബിജു രാധാകൃഷ്ണന്റെ ബുദ്ധിയിൽ പോലും മതിപ്പ് തോന്നിയിട്ടാണ് താങ്കൾ ആ വക്കാലത്ത് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണൻ കൊണ്ടുപോകുന്ന വഴിക്ക് പോയാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളത് താങ്കൾക്കും അറിയാം. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചതാണ് താങ്കളുടെ മുമ്പിൽ. താങ്കൾ ഇതിനകത്ത് ചില ഇടപാടുകളിൽ പെടുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ താങ്കളുടെ മുന്നിൽ വെച്ചാണ് ഈ ചർച്ചയിൽ ആരോപിച്ചത്. താങ്കൾക്ക് എന്താണ് അതിനകത്ത് അറിയാവുന്നത്? തുറന്നു പറയൂ അഡ്വക്കേറ്റ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷത്തിനകത്ത് എനിക്ക് വക്കാലത്തെടുത്ത് ബിജു രാധാകൃഷ്ണനുമായി 4 പ്രാവശ്യം മാത്രമേ ഈ കമ്മീഷനിൽ ഹാജരായിട്ടുള്ളൂ. ബിജു രാധാകൃഷ്ണനുമായിട്ട് യാതൊരു തരം ബന്ധമില്ല. ബിജു രാധാകൃഷ്ണൻ തിരുവനന്തപുരം കോടതികളിലെ ചില കോടതികളിൽ വക്കാലത്തിട്ട് പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ട് അവൻ നടത്തുന്നു. അവൻ നിയമപരമായ ഒരുപാട് കാര്യങ്ങൾ അവനറിയാം. പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ടാണ് പല കേസുകളും അവൻ നടത്തുന്നത്. അപ്പോൾ വക്കീലിൻ്റെ ജോലി എന്ന് പറയുന്ന വക്കീൽ ചില കോടതികളിൽ അവൻ അഭിഭാഷകനെ വയ്ക്കുന്നുണ്ട്. അവന് വക്കീലിനെ വെച്ചാൽ വക്കീലിനെ കൊടുക്കാനോ ഫീസ് കൊടുക്കാനോ സാഹചര്യമില്ല എന്ന് കമ്മീഷൻ മുമ്പാകെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും ഇതുവരെ ഒരു ഫീസും തന്നിട്ടില്ല. അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ്. എന്തിനു വേണ്ടി നടത്തുന്നു എന്ന് കേട്ടാൽ നമ്മുടെ ഞാൻ ഒരു അഡ്വക്കേറ്റ് എന്ന ലെവലിൽ എല്ലാ ഫീസും വാങ്ങിച്ചു എല്ലാവർക്കും ഫീസ് വാങ്ങിക്കൊണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വത്തിന്റെ ക്ലയന്റിന്റെ ഒരു ബന്ധം മൂലം താങ്കൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേർ CD അന്വേഷിച്ച് താങ്കളുടെ പിന്നാലെ വന്നിട്ടുണ്ടാകും അഡ്വക്കേറ്റ്? അത് മാധ്യമങ്ങളുടെ ജോലിയല്ലേ. എനിക്ക് തന്നെ ഈ CD പറ്റി പറയുന്നതും ഒക്കെ ഇത് കമ്മീഷൻ മുമ്പാകല്ലേ ഞാൻ അറിയുന്നത്. അല്ല എന്നെ വിളിച്ച് നേരത്തെ പറയുകയോ ഇന്ന CD ഇരിക്കുന്നു അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ആ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സെൽവി നേരത്തെ ലാൽ പറഞ്ഞതുപോലെ എനിക്ക് ഈ വന്നതിന് ശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞതിന് തന്നെ ഇതെന്താണെന്ന് യാഥാർത്ഥ്യം എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല എനിക്ക് CD പറ്റി അറിയില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു CD ഉണ്ടോ എന്നറിയില്ല. അദ്ദേഹം കമ്മീഷനിൽ പറയുന്ന കാര്യം, ബിജു രാധാകൃഷ്ണൻ കമ്മീഷനിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാം. എന്തായാലും താങ്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക ഇപ്പോഴില്ല. ബിജു തിരിച്ചു വരട്ടെ, കൈയും വീശി വന്നാലും കോയമ്പത്തൂരിലെ സംഭവഗതികൾ കൊണ്ട് മാത്രം ബിജുവിന്റെ വക്കാലത്ത് താങ്കൾക്ക് പരാജയം സമ്മാനിക്കില്ല. കാരണം താങ്കൾക്ക് ഇനി പറഞ്ഞു നിൽക്കാൻ ഒരുപാട് ദുരൂഹതകൾ ഇതിൽ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അത് കമ്മീഷനല്ലേ. കമ്മീഷൻ ഫാക്ട് ഫൈൻഡിങ് അതോറിറ്റിയാണ് കമ്മീഷൻ. ബഹുമാനപ്പെട്ട കമ്മീഷൻ വളരെയധികം കോപ്പറേറ്റീവായി അവിടെ വന്ന മുഴുവൻ അഭിഭാഷകരുടെയും ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ട് ആണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇന്ന് തന്നെ ഇവിടെ നിന്ന് അയക്കാൻ തന്നെ അവൻ സമയം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് ചില പെറ്റീഷൻസ് തള്ളുകയും ഇത് ഇൻ്റർസ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിൻ്റെ അധീനതയിലാണ്. അതിനെപ്പറ്റി അവിടെ കൂടിയിരുന്ന ഓരോ അഭിഭാഷകരുടെയും ഒപ്പീനിയൻ ചോദിച്ച് വളരെ ബഹുമാന്യനായ അദ്ദേഹം വളരെ ജസ്റ്റിസായ താങ്കളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവുമല്ലോ, ഇതൊക്കെ ന്യായമായി തോന്നാവുന്നതല്ലേ? ഇതിപ്പോ കൂടുതൽ ബിജു രാധാകൃഷ്ണന്റെ അടുത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ സംശയിച്ചത് എന്താണ്? CD ഇല്ലാതെ വരുമ്പോൾ ബിജു എന്തു ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ആശങ്കപ്പെട്ടത്. ഇപ്പം CD ഇല്ലാതെ വരുന്ന ബിജു കൂടുതൽ ശക്തനാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സജീവൻ, ആ ശബ്ദം ശരിക്ക് കിട്ടിയില്ല. ആ ഉത്തരം ഒന്നേന്ന് പറയുക. അല്ല, ബിജു എന്താണ്, ബിജുവിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. കാരണം ബിജു ഇതിൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ നല്ല ബിസിനസ്സുകാരനാണ് ബിജു. അതുകൊണ്ട് തന്നെ ബിജു ഇതിൽ പല കളികളും കളിക്കാം. ഒരു പക്ഷേ CD കയ്യിൽ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ സെൽവിയെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ബിജുവിന് തൽക്കാലത്തേക്ക് ഒരു ഡ്രാമ കളിക്കാൻ പറ്റും. ബിജുവിന് കയ്യിൽ CD ഇല്ലെങ്കിൽ പോലും ഒരു രഹസ്യമായി സെൽവിയെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഉണ്ട് ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ബിജു ഇതിൽ പലപ്പോഴും നല്ല കളി കളിക്കും. ബിജുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിൽ ഇടപെട്ടിട്ടുള്ള പല ആളുകളും പരമാവധി തന്ത്രങ്ങളും നാടകങ്ങളും കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ CD കിട്ടുകയും അല്ലെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ പറ്റുകയും സെൽവിയെ കണ്ടെത്താൻ പറ്റുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നുള്ള കാര്യം പറയാൻ പറ്റും. അല്ലാതെ നമ്മളിത്
ഒറ്റയടി ഇപ്പോഴിതൊരു തെളിവും കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ തെറ്റാണ്. CD ഇല്ല, അതുകൊണ്ടെല്ലാം മായ്ച്ചു കളയാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ട് എന്നും ഇതെല്ലാം ശരിയാണെന്നും പറയാനും പറ്റില്ല. കാരണം ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ശ്രീ ഗോവിന്ദ മാസ്റ്റർ, അവ്യക്തത തുടരുകയാണോ? ആ അവ്യക്തതയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നേരത്തെ ഉറപ്പിച്ച് പറഞ്ഞാണ്, ആ CD കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ കേരളത്തിലെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം സജീവമായ പ്രശ്നമായിട്ട് തുടരുകയാണ്. ഇവിടെ കമ്മീഷൻ്റെ പൂർണ്ണമായിട്ടുള്ള നിഗമനം വരാൻ പോകുന്നേ ഉള്ളൂ. ഇതേവരെ കമ്മീഷൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള തെളിവുകൾ വാർത്താമാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഈ കേരളത്തിലെ ഓരോരുത്തർക്കും ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധം കൃത്യമായിട്ട് കമ്മീഷൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ വന്നു കഴിഞ്ഞത് അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതിന് ശേഷം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, സജീവനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് കേസുകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഈ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സരിതാ നായർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ള ഈ കറക്ക് കമ്പനിയുടെ തട്ടിപ്പ് രാജ്യവും ലോകവും കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആ നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോഴും ബിജു രാധാകൃഷ്ണൻ അത് ഇപ്പോഴും പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ അല്ലയോ എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ അതൊന്നും ഇതിൻ്റെ ഈ കേസിൻ്റെ ആദ്യ ഭാഗത്ത് വന്നതേയല്ല. ഏറ്റവും അവസാനത്തെ സമയത്ത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5.5 കോടിയുടെ പ്രശ്നവും അതുപോലെ തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ CD പ്രശ്നവുമൊക്കെ മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പേ തന്നെ നിരവധി തെളിവുകൾ ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള തട്ടിപ്പിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കാര്യം ജനങ്ങളുടെ മുമ്പിൽ വരത്തക്ക രീതിയിൽ കമ്മീഷൻ്റെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീ വിൻസെന്റ്, എന്തായാലും ഇതിപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നിടത്ത് നിന്ന് പുതിയ ഭൂതങ്ങൾ പുറത്തേക്ക് വരുന്നു ആണോ മനസ്സിലാക്കേണ്ടത്? അത് വീണ്ടും തലവേദനയാകുകയാണോ? ആർക്കും ഒരു തലവേദനയുമില്ല. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്ത വിധത്തിൽ കള്ളക്കഥകൾ മെനഞ്ഞ് ഒരു സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഒരു ലെറ്റർ, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു കത്ത് വാങ്ങാൻ പോലും ഉള്ള സ്വാധീനം ഇവർക്കില്ല. അതിന് പകരം മുഖ്യമന്ത്രിയുടെ വ്യാജ ലെറ്റർ പേഡ് അടിച്ച എന്നെ പറയാൻ അനുവദിക്കണം. എന്നെ ദയവ് ചെയ്ത് ലാൽ എന്നെ പറയാൻ അനുവദിക്കണം. മുഖ്യമന്ത്രിയുടെ വ്യാജ ലെറ്റർ പേഡ് അടിക്കാൻ ബന്ധമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കത്ത് വാങ്ങാൻ സാധിച്ചില്ല? ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഒരേ ഒരു തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത് ബിജു രാധാകൃഷ്ണനെ കണ്ടിട്ടുള്ളത്. അതും ഷാനവാസിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം കണ്ടിട്ടേയില്ല. ബിജു രാധാകൃഷ്ണൻ വന്ന് കണ്ടു സംസാരിച്ചു എന്ന് പറയുന്ന സമയത്ത് ടവർ പരിശോധിച്ചതിൽ നിന്ന് ഇവിടെ എങ്ങുമില്ല. അത്ഭുത ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ബിജു രാധാകൃഷ്ണൻ അന്ന് തിരുവനന്തപുരത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ബിജു രാധാകൃഷ്ണന്റെ പേരിൽ ബിജു രാധാകൃഷ്ണൻ മെനഞ്ഞെടുക്കുന്ന ഈ കള്ള കഥകൾക്ക് പിൻബലം കൊടുക്കും. എന്തുകൊണ്ടാണ് ബിജു രാധാകൃഷ്ണൻ ഇങ്ങനെ പറയുന്നതെന്ന് താങ്കൾ നേരത്തെ ചോദിച്ചു. ഇങ്ങനെ ഒരു പ്രതിപക്ഷമുള്ളത് കൊണ്ട് മാത്രമാണ് ബിജു രാധാകൃഷ്ണൻ ഇതൊക്കെ ഇന്ന് വിളമ്പുന്നത്. ഞാൻ എന്തു പറഞ്ഞാലും അത് നിമിഷങ്ങൾക്കകം ഏറ്റെടുത്ത് കൊണ്ടാടാൻ കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രതിപക്ഷമുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ബിജു രാധാകൃഷ്ണൻ ഈ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ CD-ക്ക് വേണ്ടി കോയമ്പത്തൂരിലെത്തിയപ്പോൾ CD ഇല്ലാതെ തിരിച്ചു വരുന്ന ഘട്ടം ഉണ്ടാകുമ്പോഴും ബിജുവും സരിതയും ഒക്കെ ജൈത്രയാത്ര തുടരുക തന്നെയാണെന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞെടുത്ത് തന്നെ കാര്യങ്ങൾ വീണ്ടും നിൽക്കുകയും ചെയ്യുന്നു. എന്താണ് CD യാത്രയുടെ തുടർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ തുടരുന്നത്.